പണ്ട് കേരള നാടിരുട്ടു പുതച്ചുറങ്ങും കാലം വന്നു സത്യവെളിച്ചമേന്തി മുജാഹിദ് പ്രസ്ഥാനം. രണ്ടു കാര്യം കൈവിടാതെ പിടിക്കണം മുസ്ലിങ്ങൾ, സത്യ ഖുർആനും നബിയുടെ നടപടിക്രമങ്ങൾ. പണ്ട് കേരള നാടിരുട്ടു പുതച്ചുറങ്ങും കാലം വന്നു സത്യവെളിച്ചമേന്തി മുജാഹിദ് പ്രസ്ഥാനം. രണ്ടു കാര്യം കൈവിടാതെ പിടിക്കണം മുസ്ലിങ്ങൾ, സത്യ ഖുർആനും നബിയുടെ നടപടിക്രമങ്ങൾ. അമ്പിയാക്കൾ ഔലിയാക്കൾ പോയ സത്യപാത നോക്കണം, വിളിച്ചിടണം ഏകനായ നാദ. അമ്പിയാക്കൾ ഔലിയാക്കൾ പോയ സത്യപാത നോക്കണം, വിളിച്ചിടണം ഏകനായ നാദ. ചൊല്ലി കാര്യം മതാലെ കേരളം കാലങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. ഏറ്റവും ആദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിശ്വാസിനികളെ, മാതാക്കളെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിച്ച് യഥാർത്ഥ മുത്തക്കീങ്ങളായി മരണപ്പെട്ടു പോകണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് യഥാർത്ഥ മുഅ്മിനായിക്കൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന സൗഭാഗ്യവതികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം സ്ത്രീയുടെ കടമകളും ബാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ബാധ്യത ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകളുടെ കടമകളും ബാധ്യതകളും എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ എന്ന നിലക്ക് നാം ഓരോരുത്തരും കടപ്പാടുകളും ബാധ്യതകളും ഉള്ളവരാണ്. എന്തുകൊണ്ട് നമ്മൾ കടപ്പാടുകളും ബാധ്യതകളും ഉള്ളവരായിത്തീരുന്നു? എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നിഷ്ടപ്രകാരം ജീവിച്ചുകൂടാം? അവിടെ നിന്നാണ് നമ്മുടെ ബാധ്യതകൾ എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതും എന്തിനു വേണ്ടി നമ്മൾ നിർവഹിക്കണം എന്ന ആ ഒരു അറിവിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതും. എന്തുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കാതെ, നമ്മുടെ കടപ്പാടുകളൊന്നും തന്നെ ചെയ്യാതെ നമുക്ക് ജീവിച്ചുകൂടാം? നമ്മുടെ സുഖം എന്താണോ, നമ്മുടെ സന്തോഷം എന്താണോ, അതിനനുസരിച്ച് എന്തുകൊണ്ട് നമുക്ക് ജീവിച്ചുകൂടാം? നമുക്കറിയാമല്ലോ, നമുക്ക് റബ്ബ് സുബ്ഹാനഹു തആല ഒരു ജീവിതം നൽകിക്കൊണ്ട് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ അള്ളാഹു പറയുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ. നിങ്ങൾ നാം അലക്ഷ്യമായി കൊണ്ട് സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങളുടെ വിചാരം? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബ് സുബ്ഹാനഹു തആല വെറുതെ ഒരു കളിതമാശക്ക് എന്നെയും നിങ്ങളെയും ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ്. നമുക്കിവിടെ ജീവിതം ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വളരെ കുറഞ്ഞ കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിതം ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അയഹ്സബുൽ ഇൻസാന അൻ യുത്രക സുദാ. മനുഷ്യനെ അലക്ഷ്യനായിക്കൊണ്ട് വിട്ടേക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മളെ വെറുതെ വിട്ടുകളയുകയില്ല. മരണശേഷം നമ്മൾ ഇവിടെ തോന്നിയ പ്രകാരം ജീവിച്ചു തീർത്താൽ ആ ജീവിതത്തിന്റെ ശേഷം, ആ മരണത്തിന്റെ ശേഷം നമ്മളെ അള്ളാഹു വെറുതെ വിട്ടുകളയുകയില്ല എന്ന തിരിച്ചറിവിലേക്കാണ്
ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കും ബാധ്യതകളുണ്ട്. ആ ബാധ്യതാ നിർവഹണങ്ങൾ, ആ കടപ്പാടുകൾ യഥാവിധി പ്രകാരം ഞാനും നിങ്ങളും നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മരണാനന്തര ജീവിതം പരിതാപകരമായിരിക്കും എന്ന വസ്തുതയിലേക്ക് ആദ്യമായി കൊണ്ട് നമ്മൾ എത്തിച്ചേരുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദുർലഭമായ ഒരു കാലഘട്ടം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതിന്റെ ശേഷം ആ സുദീർഘമായ ഒരു ബർസക്കിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും മരണാനന്തരം ആ മരിച്ചവർക്ക് വേണ്ടി പല കർമ്മങ്ങളും നിർവഹിക്കാറുണ്ട്. എന്താണ് ആ കർമ്മം നിർവഹിക്കുന്നവരുടെ മനസ്സിലുള്ള ലക്ഷ്യം? ബർസക്കിയായ ലോകത്ത് ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുമെന്ന മിഥ്യയായ ഒരു ധാരണയുടെ പേരിൽ മനുഷ്യർ അതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ആ ബർസക്കിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഭയമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. ആദം നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടം തൊട്ടുള്ള ഓരോ മനുഷ്യനും ഇന്നും ബർസക്കിലുണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ആരാണ് അവർക്ക് ഭൂമിയിൽ കർമ്മം ചെയ്യാനുള്ളത്? അവരുടെ കാലഘട്ടം ലഘൂകരിക്കുന്നതാണോ അവരുടെ അവസ്ഥകൾ? കാലഘട്ടത്തിന്റെ ദൈർഘ്യം അവരുടെ പ്രയാസങ്ങളെ ലഘൂകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ, വിചാരിക്കാൻ സാധിക്കുമോ? എത്ര കാലം കഴിഞ്ഞാലും ഈ ദുർലഭമായ ഭൂമിയിൽ ലഭിക്കപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എന്ത് സ്വരുക്കൂട്ടിയോ അതിന്റെ അടിസ്ഥാനത്തിൽ ബർസക്കിൽ ഞാനും നിങ്ങളും ഒരുപാട് സുദീർഘമായിക്കൊണ്ട് നമുക്ക് കണക്കാക്കാൻ കഴിയാത്തത്ര കാലഘട്ടം ഈ ഒരു ഭൂമിയിൽ ലഭിക്കപ്പെടുന്ന ചുരുക്കം 60, 70 അല്ലെങ്കിൽ 20, 30, 40, 50 വർഷം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ആ ഒരു ചെറിയ വരുമാനം കൊണ്ട് ആ സുദീർഘമായ കാലം നമ്മൾ കഴിച്ചു കൂട്ടേണ്ടതുണ്ട്. കളിതമാശയായി കാണാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിച്ചേ മതിയാകൂ. ഇനി ഖബർ ജീവിതം കഴിഞ്ഞു, പരലോകത്തേക്ക് പ്രവേശിക്കപ്പെട്ടു. എന്താണ് പരലോകത്തിന്റെ അവസ്ഥ? ഭൂമിയിലെ 50,000 വർഷങ്ങൾക്ക് സമാനമാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ആ മഹ്ശറയുടെ വിചാരണയുടെ മൈതാനിയിൽ ഞാനും നിങ്ങളും എത്ര കാലം കെട്ടിക്കിടക്കേണ്ടി വരും? അവിടെയും നമ്മുടെ നന്മയും നമ്മുടെ സുഖവും സന്തോഷത്തിന്റെയും നിദാനം ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണ്. അവിടെ നമ്മുടെ സുഖത്തിന്റെയും പ്രയാസത്തിന്റെയും നിദാനം തിരിച്ചറിയണം ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണ് എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആനയിക്കപ്പെടുമ്പോഴും അതിനും ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണ് നിദാനമാക്കപ്പെടുന്നത് എന്ന വസ്തുതയിലേക്ക് എത്തിച്ചേരുമ്പോൾ ബാധ്യതകൾ നിർവഹിക്കാതെ നിർവാഹമില്ല നമുക്ക്. കടപ്പാടുകൾ നിർവഹിക്കാതെ നിർവാഹമില്ല നമുക്ക്. നമ്മെ സൃഷ്ടിച്ച് ഭൂമിലോകത്തേക്ക് എന്തോ ഒരു ലക്ഷ്യവുമായിക്കൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച പടച്ചു തമ്പുരാനോടുള്ള ആ ബാധ്യത അതുതന്നെയാണ് നിർവഹിക്കേണ്ടത്. റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. അപ്പോഴാണ് സർവബാധ്യതകളും അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. പക്ഷേ നമ്മളൊക്കെ അങ്ങോട്ട് അലക്ഷ്യമായി കൊണ്ട് ജീവിക്കുകയാണ്. നമുക്കൊക്കെ ഓരോ ജീവിതം ലഭിച്ചിരിക്കുന്നു. പലർക്കും പലതരത്തിലുള്ള ജീവിതമാണ്. ഒരുപാട് സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഭൗതിക വിഭവങ്ങളും ലഭിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ജീവിതത്തിന്റെ താഴേക്കിടയിൽ പ്രയാസവും ദുരിതവും അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ ശരാശരിക്കാരായി ജീവിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇങ്ങനെ പല വിഭാഗമായിക്കൊണ്ട് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെനിക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹമാണെന്ന് വിചാരിച്ച് അഹങ്കരിച്ചുകൊണ്ടാരും നടക്കേണ്ടതില്ല. ഇതെനിക്ക് ലഭിക്കപ്പെട്ട പ്രയാസമാണെന്ന് റബ്ബ് പ്രയാസപ്പെടുത്തിയെന്ന് വിചാരിച്ച് ആരും നിരാശപ്പെടേണ്ടതില്ല. നിനക്ക് നൽകപ്പെട്ട അവസ്ഥയിൽ നീ നിന്റെ രക്ഷിതാവിനോട് എങ്ങനെ നന്ദി കാണിച്ചു എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നെയും നിങ്ങളെയും പടച്ചു തമ്പുരാൻ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയാണെങ്കിൽ അതിന് ശുക്ർ ചെയ്തുകൊണ്ട് ആ സ്വർഗം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. മുന്നോട്ടുള്ള മരണാനന്തരമുള്ള സകല ജീവിതത്തെയും നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക. ലഭിക്കപ്പെട്ടിട്ടുള്ളത് പ്രയാസവും ദുഷ്കരവുമാണെങ്കിൽ അതിന് റബ്ബിനോട് ക്ഷമിച്ചുകൊണ്ട് അവന്റെ ഏറ്റവും അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കി അവന്റെ സംപ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിന് ആത്മവിചിന്തനവും നടത്താതെ ഞങ്ങളൊക്കെ മുജാഹിദുകളാണെന്നുള്ള വിശ്വാസത്തോടുകൂടി, ഞങ്ങളൊക്കെ മുഅ്മിനുകളാണെന്ന വിശ്വാസത്തോടുകൂടി, എന്റെ കഴിവിന്റെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന വിശ്വാസത്തോടുകൂടി ഞാനും നിങ്ങളും നടന്നു നീങ്ങുകയാണെങ്കിൽ, പുനർവിചിന്തനം എനിക്കും നിങ്ങൾക്കും ഇല്ല എങ്കിൽ നമ്മൾ നഷ്ടത്തിലകപ്പെട്ടു പോകും. നിരന്തരമായിക്കൊണ്ട് ആത്മവിശകലനം
വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബാധ്യതകളെ, നമ്മുടെ കടപ്പാടുകളെ യഥാവിധി പ്രകാരം നമ്മൾ പൂർത്തീകരിക്കുന്നുവോ എന്ന ആത്മവിചിന്തനം നിരന്തരമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആദ്യമായി നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് വിശ്വാസത്തിന്റെ കാര്യമാണ്. നമ്മുടെ ബാധ്യത നമ്മുടെ വിശ്വാസത്തോടാണ്. നമ്മെയാണ് സ്നേഹിക്കേണ്ടത്. നമ്മെ സ്നേഹിക്കുന്നതിന് നമ്മുടെ വിശ്വാസം നമ്മൾ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പരലോകം നമുക്ക് നഷ്ടമാണ്. നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ ഭൂമിയിൽ മറ്റുള്ളവരെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. ഭൂമിയിൽ നമ്മുടെ കാര്യം നമ്മൾ വിട്ടേക്കുക, അപ്പോൾ പരലോകം നമുക്കുണ്ടായിരിക്കും. എന്നാൽ ഭൂമിയിൽ നമ്മുടെ കാര്യമാണ് നമുക്ക് പ്രധാനമെങ്കിൽ പരലോകം നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി നമ്മെ സ്നേഹിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആദ്യമായി കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ഒരു ആത്മവിശകലനം നടത്തേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ബാധ്യത. വിശ്വാസത്തോടാണ് ആദ്യമായി നമ്മുടെ ബാധ്യത. വിശ്വാസം ശരിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസം ക്ലിയർ ആണോ എന്ന ഒരു ആത്മവിശകലനം നിരന്തരമായി കൊണ്ടുണ്ടായിരിക്കേണ്ടതുണ്ട്. ഞാനിവിടെ കൂടിയിരിക്കുന്ന എന്റെ സഹോദരിമാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങളിൽ പല വിഭാഗക്കാരും ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ഞാൻ മുജാഹിദുകളോട് ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മുജാഹിദായത്? എന്താണ് നിങ്ങൾ മുജാഹിദായതിന്റെ പിന്നിലെ ലക്ഷ്യം? സ്ത്രീകൾക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചാൽ പലരും പറയാറുണ്ട്, എന്റെ ഭർത്താവ് മുജാഹിദാണ്, ഞാനൊരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചതാണ്, എന്റെ ഉപ്പ മുജാഹിദാണ്, അതുകൊണ്ട് ഞാനും മുജാഹിദായി, എന്റെ മക്കൾ ഇന്ന ഗ്രൂപ്പിലാണ്, അതുകൊണ്ട് ഞാനും അതായി എന്ന രൂപത്തിൽ പ്രതികരിക്കാറുണ്ട്. എങ്കിൽ അതിനു വേണ്ടിയാകരുത് നിങ്ങൾ മുജാഹിദായത്. മറിച്ച് എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ നിലകൊള്ളുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തോടുള്ള ബാധ്യത നമ്മൾ പൂർത്തീകരിക്കുന്നുള്ളൂ. എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മാത്രമാണ്, ഈ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലെന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. എല്ലാവരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്നാണ്. ഓരോരുത്തരും അവനവന്റെ തെളിവായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഖുർആനും സുന്നത്തും തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്നും വ്യതിരക്തരാകുന്നത് എന്നത് നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. എന്താണ് ഇസ്ലാം? ഞാനും നിങ്ങളും തിരിച്ചറിയണം. നമ്മൾ എത്രത്തോളം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണെങ്കിലും, നമ്മൾ എത്ര നന്നായി ജീവിക്കുന്നവരാണെങ്കിലും, നമ്മുടെ വിശ്വാസത്തിൽ വൈകല്യമുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊന്നും തന്നെ അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമാവുകയില്ല. ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാം ദീൻ മാത്രമേ സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ദീനിനെ നമ്മൾ ദീനായി തന്നെ ഉൾക്കൊള്ളണം. ആരെങ്കിലും പറഞ്ഞു തന്ന ദീൻ ഉൾക്കൊണ്ടാൽ ദീനാവുകയില്ല. എവിടെ നിന്നെങ്കിലും കേട്ട് പഠിച്ചതിനെ ഉൾക്കൊണ്ടാൽ അതും ദീനാവുകയില്ല. മറിച്ച് ദീനിനെ കണ്ടെത്തണമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പഠിപ്പിച്ചുവോ അത് മാത്രമേ ദീനുള്ളൂ. അത് മാത്രമാണ് ദീനായിട്ടുള്ളത്. അതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കുവാനോ അതിൽ നിന്നും അല്പമൊന്ന് കൂട്ടിക്കുറക്കുവാനോ എനിക്കോ നിങ്ങൾക്കോ നിർവാഹമില്ലെന്നിരിക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന് അള്ളാഹു എന്ത് പഠിപ്പിച്ചു എന്ന് തിരിച്ചറിയാൻ പരിശുദ്ധമായ ഖുർആനിനെയും സ്വഹീഹായ ഹദീസിനെയും അവലംബിക്കുകയല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. ഇന്ന് പലരും അത് ദീനിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്ധമായിക്കൊണ്ട് മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യാതെ വിശ്വാസം പൂർണ്ണമാകില്ലെന്ന് പറയുന്നു. എന്നാൽ ഏതെങ്കിലും വ്യക്തികളുടെ കാഴ്ചപ്പാടുകളിലൂടെ ദീനിനെ കണ്ടെത്താതെ ദീൻ പൂർത്തിയാകില്ലെന്ന് പറയുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീൻ കണ്ടെത്താൻ പരിശുദ്ധ ഖുർആനിനെയും സ്വഹീഹായ ഹദീസിനെയും അവലംബിക്കാതെ നിർവാഹമില്ല എന്ന് പറയുന്നതാണ്. അതാണ് ദീനുൽ ഇസ്ലാം. എന്നാൽ ആ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരേ ഖുർആനായത്ത് ഓതിക്കൊണ്ട് തന്നെ പല രൂപത്തിലും അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതും നമ്മൾ തിരിച്ചറിയും. ആ പരിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അല്ലെങ്കിൽ പ്രവാചകൻ അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്ത ജീവിതചര്യയെയും അതിന്റെ പ്രഥമ ശ്രോതാക്കളായ സ്വഹാബത്തും അതേപോലെ തന്നെ സലഫ് സ്വാലിഹീകളും ആ പ്രമാണങ്ങളെ എപ്രകാരം മനസ്സിലാക്കിയോ അത് അതേപോലെ മനസ്സിലാക്കുക. ഏതാണ് സലഫ് മനഹജ്? എങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിനെയും സ്വഹീഹായ ഹദീസിനെയും അവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ദഈഫായ ഹദീസിനെ അവരെങ്ങനെ മനസ്സിലാക്കി എന്നതിനെ സലഫ് മനഹജ് എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. സ്വഹീഹായ ഹദീസിനെയും പരിശുദ്ധ ഖുർആനിനെയും ഈ പ്രഥമ ശ്രോതാക്കൾ എപ്രകാരം മനസ്സിലാക്കിയോ ഈ അതിർവരമ്പുകൾ ലംഘിക്കാതെ നിന്നെങ്കിൽ മാത്രമേ
കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തോടുള്ള നമ്മുടെ ബാധ്യത പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ വിശ്വാസം അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടാൽ പിന്നെ എന്തിനാണ് നമുക്ക് പ്രസ്ഥാനമെന്നല്ലേ? പ്രസ്ഥാനമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഗമാണ്, വിജയത്തിന്റെ ഭാഗമെന്നും ഞങ്ങളുടെ ആളുകളാണ് കൂടുതലുള്ളതെന്നും നേരിലെടുക്കാനോ ശക്തിപ്രകടനം നടത്താനോ അല്ല, മറിച്ച് പ്രസ്ഥാനം നമുക്ക് പ്രബോധനം ചെയ്യാനുള്ളതാണ്. പ്രബോധനം നമ്മുടെ ബാധ്യതയാണ്. പ്രസ്ഥാനം നമുക്ക് പ്രബോധനം ചെയ്യാനുള്ള ഒരു സ്റ്റേജാണ്. അങ്ങനെ വിശ്വാസത്തെ കണ്ടെത്തി അനുഷ്ഠിച്ച് ജീവിക്കുന്നവർക്ക് തന്റെ വിശ്വാസത്തോടുള്ള ബാധ്യത പൂർത്തീകരിച്ചു. വിശ്വാസത്തിലെങ്ങാനും വൈകല്യം വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതിലും സത്യമുണ്ടല്ലോ, ഇവർ പറയുന്നതിലും സത്യമുണ്ടല്ലോ, ഏത് വിശ്വസിക്കുമെന്ന രൂപത്തിൽ നമുക്ക് വല്ല സംശയം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് വിശ്വാസത്തോട് ചെയ്യുന്ന അക്രമമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وأولئك هم المهتدون. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് സ്വഹാബത്തിന് പാരായണം ചെയ്തു കൊടുത്തു. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ അതിക്രമം ചെയ്യാതിരിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് നിർഭയത്വമുള്ളവർ, അവർക്ക് തന്നെയാണ് വിജയമെന്ന ഖുർആൻ ആയത്ത് ഓതിക്കൊടുക്കപ്പെട്ട സന്ദർഭത്തിൽ സ്വഹാബത്ത് ചോദിച്ചു, വിശ്വസിച്ചതിന്റെ ശേഷം എങ്ങനെയാണ് പ്രവാചകരെ ആ വിശ്വാസത്തോട് അതിക്രമം കാണിക്കുക എന്ന് ചോദിച്ചപ്പോൾ, ആ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്തുക എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ആ വിശ്വാസത്തിലുണ്ടാകുന്ന സംശയമാണ്, ആ വിശ്വാസത്തിന്റെ പേരിൽ മനസ്സിലുണ്ടാകുന്ന ചൊറിച്ചിലാണതെന്ന് പറയുമ്പോൾ ആ ചൊറിച്ചിലില്ലാതെ വിശ്വാസത്തെ സമീപിക്കാൻ സാധിക്കുക എന്നതാണ് എന്റെയും നിങ്ങളുടെയും ആദ്യത്തെ ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ വിശ്വാസത്തോട് നമ്മുടെ ബാധ്യത പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സ്ത്രീ സമൂഹത്തിന്റെ ബാധ്യത ആദ്യമായിക്കൊണ്ട് പ്രഥമവും പ്രധാനവുമായ ബാധ്യത നമ്മുടെ കുടുംബത്തോടാണ്. അതാണ് ഞാൻ മുകളിൽ ഉദ്ധരിച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അത് തന്നെയാണ് നമ്മുടെ ബാധ്യത, ആദ്യത്തെയും അവസാനത്തെയും ബാധ്യത. വിശ്വസിച്ച സമൂഹമേ, വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. അതാണ് നമ്മുടെ ബാധ്യത. അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തെ നമ്മളെ തന്നെയും നരകാഗ്നിയിൽ നിന്നും മോചിപ്പിക്കുവാൻ പ്രഥമമായി കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്തിൽ വൈകല്യമില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. എന്നിട്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മോട് ചുറ്റുവട്ടത്തിലുള്ള നമ്മോട് സഹവാസികളോട് പോലും ആ നരകാഗ്നിയിൽ നിന്നും അവരെ കരകയറ്റുന്ന പ്രവർത്തനങ്ങളായിരിക്കണം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മിൽ അർപ്പിതമായിട്ടുള്ള ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഓരോരുത്തരും, നമ്മിൽ പലരും ഭാര്യമാരാണ്. ആ നിലക്ക് സ്വന്തം ഭർത്താവിനോട് നമുക്ക് ബാധ്യതയുണ്ട്. എന്തായിരിക്കണം ആ ബാധ്യത? ആ ബാധ്യതയും എന്തായിരിക്കണം? അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ നടത്തിക്കൊടുക്കുക, അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നതിനുപരിയായിക്കൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഇണയെ നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന നല്ല ഒരു ഇണയായി തീരേണ്ടതുണ്ട് ഞാനും നിങ്ങളും. അതാണ് നമ്മുടെ ബാധ്യത. നിരന്തരമായിക്കൊണ്ട് നരകത്തിന്റെ വഴിയിൽ നിന്നും കൈപ്പിടിച്ച് സ്വർഗത്തിന്റെ പാന്താവിലേക്ക് ആനയിക്കുന്ന ഒരു ഇണയായി തീരേണ്ടതുണ്ട് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കപ്പെടുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്നായിക്കൊണ്ടെന്നത് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഇണ എന്നാണ്. ആ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഇണയായി തീരേണ്ടതുണ്ട് നമ്മൾ. എങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഏറ്റവും വലിയ സൗഭാഗ്യമായി തീരും നമ്മൾ. അവരെ നമ്മൾ നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കേണ്ടതുണ്ട്. പല രൂപത്തിലും തിന്മകൾ അവരിലേക്ക് കടന്നു കയറുമ്പോൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ ആ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഭർത്താവിന് നരകം നേടിക്കൊടുക്കുന്ന ഒരവസ്ഥ എന്നിലും നിങ്ങളിലും സംജാതമാകുന്നത് സാമ്പത്തിക മേഖലയിലാണ്. അതേറ്റവും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവരായാലും ശരി, അതേറ്റവും താഴേക്കിടയിലുള്ളവരായാലും ശരി, സാമ്പത്തിക മേഖലയിൽ അന്യായം കലർത്തുന്നു പോകുന്നത് അശ്രദ്ധയോടുകൂടി അലസമായിക്കൊണ്ട് കണ്ടു നിൽക്കുന്ന വിഭാഗമാകാൻ പാടില്ല ഞാനും നിങ്ങളും. പട്ടിണിയാണെങ്കിൽ പോലും റബ്ബിന് ഇഷ്ടപ്പെടാത്ത ഒരു അണപ്പൈ പോലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്ന് ഞാനും നിങ്ങളും നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കണം. മഹതികളായ സ്വഹാബാവനിതകളതാ തന്റെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉമ്മറപ്പടികളിൽ ചാരി നിന്നുകൊണ്ട് ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്നത് എന്താണ്? നിങ്ങൾ ഈ വീട്ടിലേക്ക് അന്യായമായിക്കൊണ്ട് ഹലാലല്ലാത്ത ഒരു അണപ്പൈ പോലും സമ്പാദിച്ചു കൊണ്ടുവരരുത്. കാരണം വിശപ്പ് സഹിക്കാൻ ഞാനും എന്റെ മക്കളും റെഡിയാണ്, പക്ഷേ നരകാഗ്നി ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ സാധിക്കുകയില്ല.
നരകബോധം മനസ്സിലേക്ക് കടന്നു വരുന്ന മനുഷ്യന്റെ മനസ്സിൽ ഈ ഒരു ചിന്തയുണ്ടായിരിക്കും, ദുനിയാവിലെ പ്രയാസങ്ങൾ സഹിക്കാൻ പ്രയാസമില്ല കേട്ടോ, പക്ഷേ ആ നരകാഗ്നി സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് ആ ഒരു സ്വാധീന ശക്തി ഉണ്ടല്ലോ നമുക്ക്, നമ്മുടെ ഭർത്താവിന്റെ മേൽ നമുക്കുള്ള സ്വാധീനം, നമ്മളോട് അവർക്കുള്ള ഇഷ്ടം, അതിനെ നമ്മൾ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നല്ലതായ കാര്യങ്ങളിലേക്ക് അവരെ നമ്മൾ ക്ഷണിക്കേണ്ടതുണ്ട്, സ്നേഹം കൊണ്ട് അവരെ നമ്മൾ കീഴടക്കേണ്ടതുണ്ട്. എങ്കിലൊരിക്കലും അവരുടെ മനസ്സുകളിൽ നിന്നും നമ്മൾ മാഞ്ഞു പോവുകയില്ല. അവരുടെ മനസ്സിലെ കാലത്തും നമ്മളൊരു നല്ല നല്ല ഓർമ്മയായിരിക്കും. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് തന്റെ പ്രിയപത്നി ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഓർമ്മയായിരുന്നു എന്ന് ഒരുപാട് കേട്ടവരാണ് ഞാനും നിങ്ങളും, അല്ലേ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാല കടന്നു വരുന്ന സമയത്ത്, ഹാല വന്നുകൊണ്ട് സലാം ചൊല്ലുന്ന സമയത്ത് പ്രവാചകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുമായിരുന്നു, അല്ലാഹുവേ, അത് ഹാലയാണല്ലോ, എന്താണ് അത് ഖദീജയല്ലല്ലോ, എന്നിൽ നിന്നും വേർപിരിഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ഖദീജയല്ലല്ലോ എന്ന ആ ഒരു വേദന സദാസമയവും ആ ഓർമ്മകൾ പച്ച പിടിച്ചു നിന്നതിന്റെ പിന്നിൽ ആ നിസ്വാർത്ഥമായ സ്നേഹവും നന്മയും മാത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. അങ്ങനെ അവരുടെ മനസ്സുകളിൽ ഇടം നേടാൻ സാധിക്കുന്ന നല്ല ഭാര്യമാരായി കഴിഞ്ഞാൽ ഭർത്താക്കന്മാരോടുള്ള നമ്മുടെ ബാധ്യത പൂർത്തീകരിക്കപ്പെട്ടു. റബ്ബിന്റെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട്, റബ്ബിന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് ആ ഭർത്താവിന് നന്മകൾ ചെയ്തു കൊടുത്ത് നന്മയുടെ പാന്താവിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന ഒരു ഭാര്യയാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമുക്ക് നമ്മുടെ ഭർത്താവിനോടുള്ള ബാധ്യത പൂർത്തീകരിക്കപ്പെട്ടു. കാലഘട്ടം വളരെ മോശമാണ്. ഒരുപക്ഷെ നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും പ്രതിജീവിച്ചു പോകാനുള്ള, അപ്പുറം ചാടാനുള്ള വ്യഗ്രത കാണിക്കുന്ന പുരുഷന്മാരുടെ സമൂഹമാണ്. നമ്മളെത്ര പറഞ്ഞിട്ടും അവരനുസരിക്കുന്നില്ല എങ്കിൽ നമ്മളിനി മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിനി ഒന്നിനുമില്ലെന്ന് പറഞ്ഞ് ആരും അകത്തിരിക്കേണ്ടതില്ല. കാരണം എന്തെന്നല്ലേ, പറയേണ്ട ബാധ്യത മാത്രമേ നമുക്കുള്ളൂ. മഹാനായ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഒരിക്കലും ആസിയ ബീവിയോട് ചോദിക്കപ്പെട്ടിട്ടില്ല, ഫിർഔനിനെ നന്നാക്കിയതിന്റെ ശേഷമാണോ നീ ഈ ദീനിലേക്ക് വന്നതെന്ന്. അതിന്റെ ബാധ്യത നമുക്കില്ല. നമ്മൾ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുക, നമ്മൾ അവർക്ക് നന്മയുടെ പാന്താവിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നതിലുപരി നമ്മിൽ ബാധ്യതയില്ല. ഹിദായത്ത് നൽകേണ്ടത്, നന്മ നൽകേണ്ടത്, നല്ല ഹൃദയം നൽകേണ്ടത് അല്ലാഹുവാണ്. പറയേണ്ട ബാധ്യത മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ നമ്മുടെ ഐഹിക നേട്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി ഹറാമുകൾക്ക് നേരെ കണ്ണടച്ച് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിലും, സാമ്പത്തിക മേഖലയിലാകട്ടെ മറ്റേത് മേഖലയിലും അവരുടെ തിന്മകൾ നേരെ കണ്ണടച്ച് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് മാത്രമല്ല, ഇഹലോകം തന്നെ നമുക്ക് ദുഷ്കരമായി തീരുമെന്ന വസ്തുതയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് പലരും വിസ്മരിക്കപ്പെട്ടു പോകുന്ന, പലരും നിസാരവൽക്കരിക്കപ്പെട്ടു പോകുന്ന ബാധ്യത മാതാപിതാക്കളോടുള്ള കടപ്പാടുകളാണ്. പ്രവാസികളായ നിങ്ങളുടെ മുന്നിൽ അത് പറയുമ്പോൾ ഒരുപാട് ഉമ്മമാരുടെ മുഖം എന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പല ഉമ്മമാരുടെയും കഥകൾ, പല ഉമ്മമാരുടെയും മനോമുഖരങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കണേ. വേദനിക്കുന്ന മനസ്സുമായി കൊണ്ടൊരുമ്മയും ഒരുപ്പയും നാട്ടിൽ നിങ്ങൾക്കില്ല എന്ന്. വേദനിക്കുന്ന മനസ്സുമായി കൊണ്ട് ജീവിക്കുന്ന ഒരുമ്മയും ഒരുപ്പയും, ഒരു ഭർത്താവിന്റെ ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ, അവർ നാട്ടിൽ ഞങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം മാതാപിതാക്കളോടുള്ള ബാധ്യത എന്ന് പറയുന്നത് അതെങ്ങനെ സഹിച്ചാലാണ്, അങ്ങനെ നിർവഹിച്ചാലാണ് മതിയാകുക. എത്ര ചെയ്താലാണ് നമ്മൾ തീരുക? അവരോടുള്ള ബാധ്യതക്ക് കയ്യും കണക്കുമുണ്ട്. പ്രവാചകനോട് ചോദിക്കപ്പെട്ടില്ലേ, ഒരു സഹാബി വന്നുകൊണ്ട്, പ്രവാചകരെ, എന്റെ ഉമ്മ ആ ഉമ്മയെയും കൊണ്ട് മണലാരണ്യത്തിലൂടെ ഞാൻ നടന്നു നീങ്ങുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ കാലുകളിൽ ചെരുപ്പുണ്ടായിരുന്നില്ല, ഞങ്ങൾ നഗ്നപാതരായിരുന്നു. അപ്പോൾ ചുട്ടുകൊള്ളുന്ന മണലാരണത്തിലൂടെ ഉമ്മയെയും കൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ഉമ്മയുടെ കാലിന് ചൂടേൽക്കരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഇറച്ചി പറഞ്ഞു പോകുമാർ, ഇറച്ചി വെന്തു പോകുമാർ ചൂടുള്ള മണലിലൂടെ നഗ്നപാതനായിക്കൊണ്ട് ഞാൻ നടന്നു നീങ്ങി പ്രവാചകരെ, എന്റെ ഉമ്മാക്ക് പൊള്ളാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ എന്റെ ഉമ്മയോട് ചെയ്തുവെങ്കിൽ എനിക്കെന്റെ ഉമ്മയോടുള്ള ബാധ്യത തീർന്നുവോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച സമയത്ത് സഹിച്ച ഒരു വേദനക്ക് പകരം അത് മതിയെന്ന്.
ഒരൊറ്റ വേദനക്ക് പകരം ബാക്കിയുള്ളതൊക്കെ ബാക്കി കിടക്കുകയാണ്. അതാണ് മാതാപിതാക്കളോടുള്ള ബാധ്യത എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും അവരുടെ ശാപവാക്കുകൾക്ക് നമ്മൾ പാത്രീഭവിക്കാൻ പാടില്ല. അക്ബറിന്റെ ചരിത്രം അറിയാം നമുക്ക്. ഒരുപാട് കേട്ടവരാണ് നമ്മൾ, അല്ലേ? ഒരുപാട് കേട്ടവരാണ്. സ്ത്രീകളായ എന്നിലും നിങ്ങളിലും അത് കേട്ടാലും ആ ഒരു പ്രവണത നിലനിൽക്കുന്നു എന്നതിന്റെ പേരിൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് തന്റെ അന്ത്യനിമിഷത്തിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പ്രവാചകന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കുകയും പ്രവാചകൻ ചെന്നെത്തുന്ന സമയത്ത് പ്രവാചകൻ ഇദ്ദേഹത്തിന്റെ മാതാവ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ആ മാതാവിനോട് ചോദിച്ചു നിങ്ങളുടെ മകൻ നിങ്ങളോട് വല്ല അന്യായവും കാണിച്ചിട്ടുണ്ടോ? എന്താണ് പറഞ്ഞ മറുപടി? പറഞ്ഞ മറുപടി എന്തായിരുന്നു? അവൻ എന്നോടൊരു അന്യായവും ചെയ്തിട്ടില്ല. പക്ഷേ ഒരിക്കൽ എന്റെ ഒരു ആഗ്രഹത്തിന് അവൻ വലിയ വില കൽപ്പിച്ചില്ല. അത് സാധിച്ചു തരുവാൻ അവൻ വലിയ ഉത്സാഹമൊന്നും കാണിച്ചില്ല. എന്നാൽ അതേ ഒരു ആഗ്രഹം അവന്റെ ഭാര്യ പ്രകടിപ്പിച്ച സമയത്ത് അവൻ പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ എന്റെ മനസ്സിലൊരു വേദന വന്നിട്ടുണ്ട്. എന്റെ മകൻ എന്നോടത് ചെയ്തല്ലോ എന്ന വേദന. അല്ലേ? ഓർക്കണം, മഹാനായ ഒരു സ്വഹാബിക്ക് തന്റെ അന്ത്യനിമിഷത്തിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ സാധിക്കാതെ പോയതിന്റെ കാരണം തന്റെ ഉമ്മയുടെ മനസ്സിൽ ഒരു നിമിഷത്തേരത്തുണ്ടാക്കിയ വേദനയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഞാനും നിങ്ങളും പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മാതാവിനോട് അദ്ദേഹം വല്ല അനിഷ്ടവും കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇഷ്ടക്കേടിന്റെ ഒരു സമീപനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു നോട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ദുഷ്ഫലം, അതിന്റെ ഭവിഷ്യത്ത് ഇഹലോകത്ത് ഞാനും നിങ്ങളും അനുഭവിച്ചതിന്റെ ശേഷം പരലോകത്ത് കൂടി അനുഭവിക്കേണ്ടി വരും. ആ മാതാക്കളുടെ ശാപം എന്റെയും നിങ്ങളുടെയും കുടുംബത്തിന്റെ, നമ്മുടെ പിഞ്ചോമനകളുടെ തലക്ക് മീതെപ്പോഴും തുറന്നു നിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് മാതാവിനോടുള്ള ബാധ്യത. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉമ്മ എന്നോട് പറഞ്ഞ വാക്ക്, നിങ്ങളുടെ ഉമ്മ എന്നോട് ചെയ്ത പ്രവൃത്തി എന്ന രൂപത്തിൽ ഞാനോ നിങ്ങളോ നമ്മുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ശാപം നമ്മൾ ഏറ്റവും കൊണ്ടുവരുമെന്ന് കുട്ടികൾക്കൊക്കെ പാടി പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ മാതാവിന്റെ കാഴ്ചവെട്ടിയാണ് സ്വർഗം. അതല്ല, മാതാവ് വേദനയോടുകൂടി കാലം അമർത്തി ചവിട്ടിയാൽ തോർന്നു പോകും നമ്മുടെ ആയിക സുഖവും പരലോകവും എന്ന് തിരിച്ചറിയുക നമ്മൾ. അല്ലേ? അവരുടെ ശാപം ദുരിതമെല്ലാവരുടെ കഥയറിയാം. എന്തിനാണ് ഞാൻ ചരിത്രം പറയുന്നത്? എമ്പാടും കേട്ടവരല്ലേ? ഒരു മാതാവിന്റെ ശാപം മൂലം അല്ലാഹുവിനോടടുത്ത് സദാസമയവും റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിരുന്ന മഹാനായ ജുറൈജദ മാതാവിന്റെ ശാപത്തിന് പാത്രീഭവിച്ചുകൊണ്ട് ഒരു വേശ്യയുടെ മുഖം കാണാതെ മരണപ്പെട്ടു പോകരുത് എന്ന ആ ഒരു മാതാവിന്റെ ശാപം ഏറ്റുവാങ്ങിയ ചരിത്രം കേട്ടവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിലേക്ക് ആ ശാപങ്ങൾ കടന്നു വരികയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലേ? നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിലല്ല, സ്ത്രീകളെന്ന നിലക്ക് നമ്മുടെ ഭർത്താവിന്റെ മാതാപിതാക്കളുടെ ശാപകോപങ്ങൾക്ക് നമ്മളോ നമ്മുടെ കുടുംബമോ പാത്രീഭവിച്ചിട്ടുണ്ടോ എന്ന ഒരു പുനർവിചിന്തനം ഉണ്ടെങ്കിൽ അതിന് പ്രതിക്രിയ ചെയ്തേ തീരൂ. റബ്ബിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കുകയും ആ മാതാപിതാക്കളോട് ക്ഷമായാചനം നടത്തുകയും എന്നിട്ട് അവർക്ക് കൂടുതൽ പുണ്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് നമ്മുടെ ബാധ്യത. അവർക്ക് കൂടുതൽ പുണ്യം ലഭിക്കുവാൻ വേണ്ടി, പുണ്യം ചെയ്യുവാൻ വേണ്ടി നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കൂട്ടത്തിൽ ആരാണ് റബ്ബിന്റെ ഔലിയ ആഗ്രഹിക്കാത്തത്? റബ്ബിന്റെ ഔലിയ ആയിത്തീരാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു സഹോദരിയുണ്ടോ ഈ കൂട്ടത്തിൽ? അല്ലാഹു എന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഉണ്ടാകുമോ? ഉടനടി റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ശുശ്രൂഷ ചെയ്താൽ മാത്രം മതി എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉലൈസ് ഇബ്നു ആമിറിന്റെ ചരിത്രങ്ങൾ ഒരുപാട് പറയുന്നില്ല ഞാൻ. ഉലൈസ് ഇബ്നു ആമിറിന്റെ ചരിത്രമത മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. ഉലൈസ് ഇബ്നു ആമിർ ഒരിക്കൽ നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കർണദേശത്ത് നിന്ന് അദ്ദേഹം കടന്നു വരും. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് ബാധിച്ചിരുന്നു. എന്നിട്ട് റബ്ബിന്റെ പ്രത്യേകമായ അനുഗ്രഹപ്രകാരം അദ്ദേഹത്തിൽ നിന്നും വെള്ളപ്പാണ്ട് സുഖപ്പെട്ടു. ഒരു നാണയത്തൊട്ടിന്റെ വലിപ്പത്തിൽ ഇന്നും ആ വെള്ളപ്പാണ്ട് അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചാലും ഉടനടി റബ്ബിങ്കിൽ നിന്നും മറുപടി ലഭിക്കും, റബ്ബ് സ്വീകരിക്കും. കാരണം അദ്ദേഹത്തിന്റെ മാതാവിനെ ശുശ്രൂഷിച്ചതിന്റെ ഫലമായിക്കൊണ്ട്. അല്ലേ? എന്ത് പ്രാർത്ഥിച്ചാലും ഉടനടി ഉത്തരം ലഭിക്കപ്പെടുമെന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അനുസരണയുള്ള മക്കളുടെ പ്രാർത്ഥന റബ്ബ് തട്ടിക്കളയുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരു 100 വട്ടം മനസ്സിൽ ചോദിക്കണം,
ആ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ യഥാവിധി പ്രകാരം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എപ്പോഴെങ്കിലും നമ്മൾ മൂലം നമ്മുടെ മാതാപിതാക്കളെ മാത്രം ആരും മനസ്സിൽ കാണല്ലേ, നമ്മുടെയും നമ്മുടെ ഭർത്താവിന്റെയും മാതാപിതാക്കൾക്ക് വേദന വന്നിട്ടുണ്ടോ എന്ന ഒരു പുനർവിചിന്തനം 100 പ്രാവശ്യം നമ്മൾ നടത്തിക്കളയണം. എന്നിട്ട് നമ്മൾ അല്ലാഹുവിന് വേണ്ടി അവരെ സ്നേഹിക്കാൻ തയ്യാറാകണം. എങ്കിൽ നമ്മുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയും നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാ ആയിത്തീരുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. ഒരുപാട് നമസ്കരിച്ച് നോമ്പെടുത്തുകൊണ്ട് റബ്ബിന്റെ ഔലിയാ ആകണമെന്ന് ആരും ആഗ്രഹിക്കേണ്ടതില്ല. നമ്മുടെ കഴിവിന്റെ പരിധിയിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി. പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ, റബ്ബിന് വേണ്ടി ഉമ്മയെയും ഉപ്പയെയും സ്നേഹിച്ച് ശുശ്രൂഷിക്കുന്ന നല്ല മക്കളായിട്ടുണ്ടോ നമ്മളെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. മരണപ്പെട്ടു പോയ നമ്മിൽ പലരും, ഞാനടക്കം എന്റെ ഉമ്മയടക്കം, നമ്മിൽ പലരുടെ മാതാപിതാക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരോടുമുണ്ട് നമുക്ക് ബാധ്യത അല്ലേ? മരണപ്പെട്ടു പോയ മാതാപിതാക്കളോട് നമുക്കുള്ള ബാധ്യത എന്താണ്? പ്രഥമവും പ്രധാനവുമായി കൊണ്ടവരോടുള്ള ബാധ്യത എന്താണ്? എനിക്കും നിങ്ങൾക്കും അറിയാം, നമ്മുടെ കർമ്മങ്ങളുടെ സ്റ്റേജ് ഇവിടെ അവസാനിച്ചു പോകും അല്ലേ? മലക്കുൽ മൗത്ത് വന്നടയുന്ന സമയത്ത് അതുവരെ മാത്രമേ നമ്മൾ സ്വാഗത ഭാഷണത്തിൽ കേട്ടില്ലേ, അല്ലാഹുവിനോട് നമ്മൾ കെഞ്ചി പറയും. എന്തിനു വേണ്ടിയാണ് അത് കെഞ്ചി പറയുന്നത്? നമ്മൾ അലങ്കരിച്ചുണ്ടാക്കിയ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം കൂടി ജീവിക്കാനുള്ള മോഹം കൊണ്ടെല്ലാം, നമ്മുടെ പൊന്നോമന മക്കളുടെ ആ മുഖം ഒരു ദിവസം കൂടി കാണാനുള്ള മോഹം കൊണ്ടെല്ലാം, നമ്മുടെ ഇണകളോടൊപ്പം ഒരു രാത്രി കൂടി ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല, മറിച്ച് ഇതിന്റെ പുറത്തുള്ള ജീവിതം ഭയാനകമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഈ മരണത്തിന്റെ പുറത്ത് ഞാനും നിങ്ങളും ഒരു കാഴ്ച കാണുമെന്നല്ലേ, ഈ ലോകത്തിൽ നേരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച കാണുമെന്നല്ലേ നമ്മൾ. എന്താണ് ആ കാഴ്ച? അതെ, നമ്മുടെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുന്നതിന്റെ മുമ്പ് അതാ മലക്കുകൾ നമ്മുടെ മുന്നിൽ അണിനിരക്കുകയാണ്. എന്നിട്ട് ആ കാഴ്ച ഭൂമിയിൽ വെച്ച് നമ്മൾ കാണുകയാണ്. നമ്മൾ നല്ലവരാണെങ്കിൽ നല്ല മലക്കുകളെ, ചീത്ത മനുഷ്യനാണെങ്കിൽ ചീത്ത മലക്കുകളെ. അത് കാണുന്ന നിമിഷം തിരിച്ചറിയും ഇനി എന്റെ ജീവിതം ഭയാനകമാണെന്ന്. അപ്പോഴാണ് നമ്മൾ കെഞ്ചി പറയുന്നത്, എനിക്കൊരു മിനിറ്റ് കൂടി റബ്ബേ, ഞാൻ എന്തെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്ത് സൽക്കർമ്മങ്ങളിൽ പെട്ടുപോയിക്കോളാം റബ്ബേ എന്ന് പറയുന്നത്. ഇനി തീർത്താൽ തീരാത്ത ജീവിതം മുന്നിൽ കിടക്കുന്നു. ഈ ലോകം പോലെയല്ല പാരത്രികമെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് അത് കെഞ്ചി പറയുമെന്ന് പറയുമ്പോൾ, ഈ ചുരുങ്ങിയ കാലയളവിന്റെ ഉള്ളിൽ സമ്പാദിച്ചു കൂട്ടിയതുമായി കൊണ്ട് ഖബറിലേക്ക് നമ്മൾ പലായനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ലെന്നിരിക്കെ ഖബറിൽ പോലും നമ്മുടെ അക്കൗണ്ടിൽ വരവ് വെക്കപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. അതാണ് മരിച്ച മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യത അല്ലേ? ആ ഖബറിൽ പോലും നമ്മുടെ അക്കൗണ്ടിൽ പ്രവർത്തനത്തിന്റെ മേഖല നശിച്ചുപോയി, അത് കഴിഞ്ഞുപോയി. എന്നിട്ട് പോലും നമ്മുടെ കർമ്മങ്ങളിലേക്ക് വന്നണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? സ്വാലിഹായ മക്കൾ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചതാണ്. എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് മനം നൊന്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ചത് ആ ഖബറിലേക്ക് വരവെക്കപ്പെടുമെന്ന് പറയുമ്പോൾ അതാണ് എനിക്കും നിങ്ങൾക്കും മരണപ്പെട്ടു പോയ മാതാപിതാക്കളോട് ചെയ്യാനുള്ള ബാധ്യത. ഒരു നിമിഷമല്ല, ഒരു സമയത്തല്ല, ഓർമ്മ വരുമ്പോഴല്ല പറയും. നമ്മളൊക്കെ തന്നെയും എന്റെ ഉമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചതാണ് അല്ലേ? പെൺമക്കളായ എനിക്കും നിങ്ങൾക്കും അറിയാം, നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് 100 കണ്ണും കൊണ്ടാണ് അവർ നമ്മെ വളർത്തിയത്. ഒരു പോറൽ പോലും ഏൽക്കരുതേ എന്നാണ് അവർ ആഗ്രഹിച്ചത്. നല്ല കൈകളിൽ നമ്മെ ഏൽപ്പിക്കാൻ വേണ്ടി മനസ്സുമെന്തവർ റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞു പെൺമക്കൾ ഒരിക്കലും കഷ്ടപ്പെടരുതേ എന്ന് ആൺമക്കളെക്കാൾ ഉപരി നമ്മളോട് അവർക്കൊരു കരുതലുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ പറയാൻ 100 നാവാണ് നമുക്ക്. പക്ഷേ മരണപ്പെട്ടു പോയതിന്റെ ശേഷം ഈ തിരക്കുകൾക്കിടയിൽ ഓടി നടക്കുമ്പോൾ അവർ നമ്മൾ എത്രത്തോളം ഓർക്കാറുണ്ട്? എപ്പോഴൊക്കെയാണ് അവർ ഓർക്കാറുള്ളത്? 5 നമസ്കാരങ്ങൾക്ക് ശേഷം പോലും നമ്മൾ വല്ലാതെ ഒന്നും ഓർക്കുന്നില്ല. തിരക്കാണ്, നമുക്ക് തിരക്കാണ്. അതാ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, വാട്സപ്പിന്റെ മെസ്സേജ് വരുന്നുണ്ട്, എന്തൊക്കെ നോക്കാനുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? റബ്ബിന്റെ മുന്നിൽ ഇരുന്ന് കൊണ്ട് എന്റെ നാഥാ, എന്റെ ഉമ്മാക്കെന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ സമയം കണ്ടെത്താറുണ്ടോ ഞാനും നിങ്ങളും? എങ്കിൽ സമയം കണ്ടെത്താറില്ല എങ്കിൽ അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്ന ആ മക്കളായി തീരേണ്ടതുണ്ട് നമ്മൾ. അതാണ് അവരോട് ചെയ്യാനുള്ള ബാധ്യത. മറ്റൊന്ന്, അവരുടെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കണം. അവരാരെയാണോ ഇഷ്ടപ്പെട്ടത് അവരെ നമ്മൾ ഇഷ്ടപ്പെടണം. അവരാരെയാണോ സ്നേഹിച്ചത് ആ സ്നേഹം നമ്മൾ പങ്കുവെക്കണം. അവരാരോടൊക്കെയാണോ ബാധ്യത
ബാധ്യതകൾ നിർവഹിച്ചിരുന്നത് അത് നമ്മളും നിർവഹിക്കാൻ തയ്യാറാകണം. ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട് അല്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഉമർ റളിയല്ലാഹുവിന്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ ആദരിച്ച ആ ചരിത്രമൊക്കെ കേട്ടതാണ് നമ്മൾ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം. അങ്ങനെ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ മാതാപിതാക്കളോടും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ബാധ്യതയൊക്കെ പ്രവാസികളായ നിങ്ങൾ തിരിച്ചറിയണം. ഈ ബാധ്യതകളൊക്കെ നിങ്ങൾ ദാവീദ് പ്രകാരം നിർവഹിക്കുന്നില്ല എങ്കിൽ നാളെ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളത്? നാളെ എന്തായിത്തീരും നമ്മുടെ മക്കളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലേ? മാതാപിതാക്കളെ, കുടുംബക്കാരെ കാണാതെ ജീവിക്കുന്ന മക്കൾ, ആ മക്കൾക്കൊക്കെ നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും നിങ്ങളുടെ പ്രയാസങ്ങൾക്കിടയിലും നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് ആശ്വാസവും സുഖവും സന്തോഷവുമാകാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണട്ടെ. അല്ലാത്ത പക്ഷം അവരും നാളെ എന്തായിത്തീരുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടത് തന്നെയുണ്ട്. നമ്മൾ എന്തനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടത് തന്നെയുണ്ട്. കാരണം ഈ ലോകത്ത് ആ ദുരിതം അനുഭവിക്കുന്ന നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്കൊന്ന് കടന്നു ചെന്ന് നോക്കണം. അതിന്റെ ഭവിഷ്യത്ത് അറിയണമെങ്കിൽ ഇന്ന് നമ്മൾ വളരെ ആരോഗ്യവതികളായിക്കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ എങ്ങോട്ടാണ് പ്രയാണം ചെയ്യുന്നത്? ഒരു പക്ഷേ ആവശ്യമായ വാർദ്ധക്യത്തിലേക്കാണ്, അല്ലെങ്കിൽ മാറാരോഗങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ പൊടുന്നനെയുള്ള മരണത്തിലേക്കാണ്. ഇതേതെങ്കിലും ഒന്ന് അഭിമുഖീകരിക്കാതെ എനിക്കും നിങ്ങൾക്കും റബ്ബിന്റെ സവിധത്തിലേക്ക് പലായനം ചെയ്യാൻ സാധിക്കുകയില്ല. ആവശ്യമായ വാർദ്ധക്യം എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആവശ്യമായ വാർദ്ധക്യം നമ്മിലേക്ക് കടന്നു വന്നാൽ ഒരു കട്ടിലിന്റെ നാലതിരുകൾക്കുള്ളിൽ നമ്മുടെ ജീവിതം തളക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിന് ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും എടുത്തു വരാതെ കുടിക്കാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന വാർദ്ധക്യത്തിന്റെ ഒരു പ്രയാസം, സ്നേഹത്തിന്റെ ഒരു വാക്കിന്റെ ഒരു സന്തോഷം, അതിന്റെ ഒരു ആവശ്യം, അതൊക്കെ നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് അത് നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അങ്ങനെ അവശത അനുഭവിക്കുന്നവരിലേക്ക് ആശ്വാസവുമായി കൊണ്ട് നമ്മൾ കടന്നു ചെല്ലുക. ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിന്നോട് കരുണ കാണിക്കുമെന്നല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ വാർദ്ധക്യത്തെ സുരക്ഷിതമാക്കേണ്ടത് ഇപ്പോഴുള്ള നമ്മുടെ മുന്നിലുള്ള പ്രയാസപ്പെടുന്നവരിലേക്ക് ആശ്വാസമായി കൊണ്ട് കടന്നു ചെന്നാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും അത് കണ്ടുപിടിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എന്താണോ നമ്മുടെ മാതാപിതാക്കളോട് ചെയ്തത് അതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട്, അതിനേക്കാൾ ക്രൂരമായിക്കൊണ്ട് അവർ നമ്മളോട് ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലേ? റബ്ബിന്റെ സ്നേഹം, മാതാപിതാക്കളെ സ്നേഹിച്ചാൽ റബ്ബിന്റെ സ്നേഹം ലഭിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ റബ്ബിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ ആവശ്യകരമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാധ്യത മറ്റൊന്ന് മക്കളോടല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ബാധ്യത ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മക്കളുടെ കാര്യത്തിലല്ലേ? ആരാണ് നമ്മുടെ മക്കൾ? എന്താണ് നമ്മുടെ മക്കൾ? എന്താണ് വളർന്നു വരുന്ന സമൂഹം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് വളർന്നു വരുന്ന സമൂഹത്തിന്റെ ഒരു ഗതി? എങ്ങനെയാണ് നമ്മെ എണ്ണയിലേക്ക് നയിക്കുക? ഞാനും നിങ്ങളുമൊക്കെ ആശ്വാസത്തിലാണ്. ദീനിന്റെ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മണ്ണിലതാ നമ്മുടെ മക്കൾ വളരെ നല്ലവരായിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അനുസരണയുണ്ട്, നല്ലവരാണെന്ന് നമ്മൾ ധരിച്ചു വശായിരിക്കുന്നുവോ? എങ്കിലറിഞ്ഞുകൊള്ളണേ, ഈ കാലഘട്ടത്തിൽ ഒരു മകന്റെയും മകളുടെയും ആ ഒരു ജീവിതത്തെ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. നമ്മുടെ മക്കളുടെ കാര്യമെന്ന് പറയുന്നത് അഭിനയ പാഠവുമുള്ള ഒരു സമൂഹമാണിവർ. അവരുടെ തെറ്റിനെ മറച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ നല്ല പിള്ളകളായി ചമഞ്ഞു ജീവിക്കുന്നവർ. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് എനിക്കറിയുകയില്ല, പക്ഷേ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നല്ലേ? അങ്ങനെ നല്ല മക്കളായിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മക്കളുടെ തെരുവേടുകൾ കൊണ്ട് പ്രയാസപ്പെട്ടു പോയ ഒരുപാട് മാതാപിതാക്കളെ പരിചയമുണ്ട് എനിക്ക്. നമ്മുടെയൊക്കെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന ഒരു പേരും ഞാൻ പറയുന്നില്ല. ഒരു സഹോദരിയെ ഇടക്ക് കാണാതെയായി. ഞാൻ അവർ ആ പ്രദേശത്ത് ചെല്ലുമ്പോഴൊക്കെ തന്നെയും അവരെ അന്വേഷിച്ചു. അവരുടെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ചു നോക്കിയപ്പോൾ വളരെ രഹസ്യമായി കൊണ്ടവരെന്നോട് പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നല്ലേ? ഹയർ സെക്കൻഡറി പഠിക്കുന്ന അവരുടെ മകൾ ഗർഭിണിയായതിന്റെ പേരിൽ ഗർഭമനസിപ്പിച്ച് നാട്ടിൽ പങ്കുമറിഞ്ഞ് മാനം കെട്ട് നാട് വിട്ട് മറ്റെവിടെയോ സ്ഥലം വാങ്ങി വീടും പറമ്പും വിറ്റ് മറ്റെവിടെയോ വീട് വാങ്ങി താമസിക്കുകയാണ് അവർ.
കാലഘട്ടത്തിന്റെ ഒരവസ്ഥ ഇവിടെ പര്യവസാനിക്കുന്നുവോ? കാലഘട്ടത്തിന്റെ അവസ്ഥ ഇവിടെ പര്യവസാനിക്കുന്നുവോ? നമ്മുടെ മക്കൾ ഏത് രൂപത്തിലൊക്കെയാണ്? ആ ഉമ്മ പറയുകയാണ്, ആ മകളുണ്ടല്ലോ, അവൾ വളരെ നല്ല മകളായിരുന്നു. ഇസ്ലാമിക വസ്ത്രധാരണം ചെയ്തുകൊണ്ടല്ലാതെ, സലാം പറഞ്ഞുകൊണ്ടല്ലാതെ അവൾ വീട്ടിൽ നിന്നിറങ്ങിയിരുന്നില്ല. സുബൈക്കവൾ എന്നെ വിളിച്ചു നിർത്തുന്നവളായിരുന്നു. എന്നെ വിളിച്ചുണർത്തി സുബഹി നമസ്കരിപ്പിച്ചിരുന്ന എന്റെ മകൾ, അവൾ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയിൽ നിന്നും തിരിച്ചറിയണം. 17 ഗർഭിണിയായ കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന വസ്തുത നമ്മൾ മറന്നു കളയരുത്. ആ ഒരു കാലഘട്ടത്തിലാണ്. കാരണം ഞാനും നിങ്ങളും തിരിച്ചറിയാത്ത ഒരവസ്ഥയിൽ അവരുടെ മനോവിചാരങ്ങൾ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അവർ കാണുന്ന കാഴ്ചകളും കേൾവികളും അതിനെ നിയന്ത്രിക്കാൻ എനിക്കും നിങ്ങൾക്കുമെന്നല്ല നമുക്കാർക്കും സാധിക്കാത്ത ഒരു കാലഘട്ടമാണെന്ന്. അല്ലേ? ഒരു മാതാവ് പറഞ്ഞ ഒരു കാര്യം ഒരു ചാനലിൽ ഒരു അഭിമുഖത്തിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ലോകത്തുള്ള സർവ്വമാതാക്കൾക്കും ഒരു പാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞ ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയുമോ ആ ഉമ്മ പറഞ്ഞത്? ആ മാതാവ് എന്താണെന്നോ പറഞ്ഞത്? ആ മാതാവ് പറഞ്ഞത്, ഏതെങ്കിലും നമ്മൾ നെഞ്ച് പ്രസവിച്ച് പോറ്റി വളർത്തിയ മകൻ ഒരുപക്ഷെ നമ്മൾ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടാൽ നമ്മൾ മനസ്സിലൊതുക്കി വെക്കും, എന്റെ മകൻ ഇത് ചെയ്തല്ലോ എന്ന വേദനയുണ്ടെങ്കിലും പുറത്തത് പറഞ്ഞ് പൊട്ടിക്കറിയുകയില്ല നമ്മൾ. അവൻ നമുക്ക് ഭക്ഷണം തന്നിട്ടില്ല എങ്കിലും അവന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലത് ഒതുക്കി വെക്കും. മക്കളോട് നമുക്ക് സ്നേഹമാണ്. പക്ഷേ ഈ ഉമ്മ പറഞ്ഞ, ഈ മാതാവ് പറഞ്ഞ കാര്യം എന്താണെന്നല്ലേ? 22 വർഷക്കാലം പ്രവാസിയായി ജീവിച്ച അവന്റെ പിതാവ്, ആ മക്കളെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തി, നല്ല നിലയിൽ വളർത്തി, കഷ്ടപ്പാടറിയാതെ വളർത്തി, നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് വളർത്തി. ഒരു ദിവസം അർദ്ധരാത്രി 21-കാരനായ മകൻ എന്റെ വാതിലിൽ മുട്ട് വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ എന്റെ കിടപ്പറ പങ്കിടാൻ വരുന്നു എന്ന്. അതിശയോക്തി ഉണ്ടോ നിങ്ങൾക്ക്? അതിശയോക്തി ആരും തന്നെ കണക്കാക്കേണ്ടതില്ല. ഒരു മാതാവിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണത്. അല്ലേ? അർദ്ധരാത്രി വരെ അശ്ലീലതയുടെ നേർക്കാഴ്ചകൾ കണ്ട് മനസ്സ് മരവിച്ച് തലച്ചോറ് മരവിച്ച മകൻ അവൻ ഉമ്മയെയും ക്ഷണിക്കും, പെങ്ങളെയും ക്ഷണിക്കും. ആരും ആശങ്കപ്പെടേണ്ടതില്ല, ആരും അത്ഭുതപ്പെടേണ്ടതില്ല. അവൻ ആരെയും ക്ഷണിച്ചു കളയും. അതാണ് കാലഘട്ടം. ഈ മക്കളെയാണ് നമുക്ക് വളർത്താനുള്ളത്. ഈ മകനെ വെറുപ്പിന്റെ അങ്ങേയറ്റം വെറുത്ത് ലോകത്തിന്റെ മുമ്പിൽ ഒരു ഉമ്മ വിളിച്ചു പറയുകയാണ്, ആ മകനെ പോലെയുള്ള മകന്റെ സമൂഹമാണ് മാതാക്കളെ ലോകത്തുള്ളതെന്ന് വിളിച്ചു പറയുമെന്ന. വെറുത്തു പോകും. മറ്റെന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് വെറുക്കാൻ സാധിക്കില്ല. അല്ലേ? അതാണ് കാലഘട്ടം. ഈ മക്കളെയാണ് നമുക്ക് വളർത്താനുള്ളത്. ഈ മക്കളെ എങ്ങനെ വളർത്തുമെന്നറിയാതെ വെല്ലുവിളിയായിക്കൊണ്ട് അന്തം വിട്ടു നിൽക്കുന്ന മാതാക്കളാണ് ഞാനും നിങ്ങളും. അല്ലേ? നല്ല പാഠങ്ങൾ എത്ര പഠിപ്പിച്ചു കൊടുത്താലും, ഏതൊക്കെ വഴികളിലൂടെ അവർ വഴി നടത്താൻ നോക്കിയാലും പുറം ലോകത്ത് അവരെ കാത്തിരിക്കുന്നത് അപജയങ്ങളുടെ കൂടാരമാണ്. അവരെ നാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപജയങ്ങൾ കൗതുകത്തിന്റെ രൂപത്തിൽ. അവരെ എങ്ങനെ നേർവഴിയിലേക്ക് ക്ഷണിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല. എന്ത് പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇതിന്റെ പാഠങ്ങൾ മകനെ അല്ലെങ്കിൽ മകളെ, ഇന്ന് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു അവസാനമുണ്ട്. എന്നിട്ട് നിന്റെ കബറിടത്തിൽ നിനക്ക് ഞാൻ കൂട്ടുണ്ടായിരിക്കുകയില്ല. ഇവിടെ നിന്ന് നിന്റെ വിശപ്പ് സഹിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല, നിന്റെ ദാഹം സഹിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല, നിനക്കൊരു രോഗം വരുന്നത് എനിക്ക് സഹിക്കുമായിരുന്നില്ല. പക്ഷേ ഞാനില്ലാത്ത, നിന്റെ മാതാവില്ലാത്ത, നിന്റെ പിതാവില്ലാത്ത ഒരു ലോകത്തേക്കാണ് നീ പ്രയാണം ചെയ്യാനുള്ളത്. അത് ഏത് നിമിഷവും നിന്നിലേക്ക് കടന്നു വരുന്ന മരണത്തിലൂടെ നീ അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടവനാണ്. എന്നിട്ട് ആ വർഷത്തിലും അതിന്റെ ശേഷം പരലോകത്തും നീ ഏകനായി നിൽക്കേണ്ടി വരുമെന്ന ബോധം നിരന്തരമായിക്കൊണ്ട് നമ്മൾ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം അങ്ങനെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ലവരാണോ എന്ന ആത്മവിചിന്തനം നിരന്തരമായിക്കൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ മക്കളെ നമുക്ക് സൽപാന്താവിലേക്ക് കൈപ്പിടിച്ചു നയിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യത, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും വിധം നമ്മൾ നല്ലവരായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നല്ലവരായിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് നമ്മൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് പിടയുന്ന മനസ്സുമായിക്കൊണ്ട് നാഥാ സ്വാലിഹായ ഒരു മകനെ മുത്തഖീങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് കൺകുളിർമയായിക്കൊണ്ട് എന്റെ മക്കളെയും എന്റെ ഇണയെയും നീ ആക്കി തീർക്കണമേ എന്ന നമ്മുടെ പ്രാർത്ഥന
റബ്ബ് സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ മക്കൾ കാലഘട്ടത്ത് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചെയ്തികൾക്ക് നേരെ നിസാരവൽക്കരണം നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും അവർ നാളെ നമുക്കെതിരെ വിധി പറയുമെന്ന് കേട്ടിട്ടുള്ളവരാണ് നമ്മൾ, അല്ലേ? കാലഘട്ടം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ സകല പ്രവർത്തനങ്ങളെയും നിസാരവൽക്കരിച്ചുകൊണ്ട് അലസമായിക്കൊണ്ട് നമ്മൾ അവരെ സമീപിച്ചാൽ നാളെ പരലോകത്ത് എവിടെ എന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സമയത്ത് ആ മക്കൾ എവിടെ നാഥാ എന്റെ മാതാപിതാക്കൾ, എനിക്കൊന്ന് കാണിച്ചു തരൂ അവരെ, ഞാൻ എന്റെ കാൽപാദങ്ങൾക്ക് താഴെ അവരെ ഒന്ന് ചവിട്ടിമതിക്കട്ടെ എന്ന് മക്കൾ നമുക്കെതിരെ വിരൽ ചൂണ്ടുമെന്ന് നിരന്തരം ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ടും ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ അവരെ കുറിച്ച് തിരിച്ചറിവില്ലാത്തവരായി പോകരുത്. ആ മക്കളെ വളർത്തുമ്പോൾ ഇൽമിന്റെയും അപ്പുറത്ത് നമുക്കൊരു ഹിൽമുണ്ടായിരിക്കണം, തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം. അവരുടെ സ്വഭാവത്തിൽ അവരുടെ പ്രകൃതത്തിലുള്ള വ്യത്യാസങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് അവനിലേക്ക് കടന്നു വരുന്ന അപജയങ്ങൾ എന്താണെന്ന് ചിന്തിച്ചറിയാനുള്ള ഒരു കഴിവും ശേഷിയും ആർജിച്ചെടുക്കാനും റബ്ബിന്റെ സ്നേഹമല്ലാതെ മറ്റൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല. ഇവിടെ നമ്മൾ റബ്ബിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയല്ലാതെ നിർവാഹമില്ല. അങ്ങനെ നമ്മൾ മക്കളെ സൽപാന്താവിലേക്ക് നയിക്കാൻ ശ്രമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഉതകും വിധം നല്ലവരാണ് എങ്കിൽ നാളെ അവർ നമുക്ക് ഉപകരിക്കുന്ന മക്കളായി തീരുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. നിരന്തരം അവരോട് പറയണം അവർ ഏത് മേഖലയിൽ പഠിക്കുന്നവരാകട്ടെ, എന്ത് പഠിക്കുന്നവരാകട്ടെ, ഒരു പ്രാർത്ഥന പോലെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം, മോനെ ഖുർആൻ പഠിക്കണം കേട്ടോ, റബ്ബിന്റെ ദീൻ നീ പഠിക്കണം കേട്ടോ, ഖുർആൻ എടുത്ത് നീ പാരായണം ചെയ്യണേ, അതിന്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് നീ ജീവിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥന പോലെ മക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടാനിരിക്കുന്ന മഹാത്ഭുതം, ആ മഹാസമ്മാനം എന്താണെന്നറിയുമോ? നാളെ പരലോകത്ത് നമ്മുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു പൊരുൾ മനസ്സിലാക്കിയ ഖുർആൻ പഠിച്ച മകനോ മകളോ ആണെങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കും എന്താണ് ഉണ്ടായിരിക്കുക? നമ്മുടെ തുലാസുകൾ തൂക്കപ്പെടുന്ന സമയത്ത് നമ്മളതാ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ്. നമുക്ക് അധികമൊന്നും നന്മ കാണാനില്ല, അധികമൊന്നും നന്മ ചെയ്തിട്ടില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ അങ്ങനെ നരകത്തിലേക്ക് ആനയിക്കപ്പെടുമോ, നരകമാകുമോ എന്റെ സങ്കേതമെന്ന് ഭയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് നമ്മളോട് റബ്ബ് പറയുന്നു നീ സ്വർഗാവകാശിയാണ്. എങ്ങനെയെന്ന് ഞാനും നിങ്ങളും അത്ഭുതപ്പെടുന്ന സമയത്ത് അല്ലാഹു പറയും നിന്റെ ഇന്നാലിന്ന മകൻ ഖുർആൻ പഠിച്ചതിന്റെ കാരണമാണ്, നിന്റെ ഇന്നാലിന്ന മകൾ ഖുർആൻ പഠിച്ചതിന്റെ കാരണമായിക്കൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് റബ്ബിന്റെ ഉത്തരവ് നമുക്ക് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കാലഘട്ടം മോശമാണ്. ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ പറഞ്ഞാലും മൊബൈൽ എടുത്ത് നെക്കിക്കൊണ്ടിരിക്കുന്ന മക്കളോട് ഒരു പ്രാർത്ഥന പോലെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ, മോനെ ഖുർആൻ പഠിക്കണം കേട്ടോ. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ആ വാക്ക് അവൻ സ്വീകരിക്കുകയും നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് അവൻ ഉന്നതനാക്കി തീർക്കുകയും ചെയ്താൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിസാരമായ നന്മകളുമായി കൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാനും നിങ്ങളും അത്ഭുതപ്പെട്ടു പോകുന്ന മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കാണാനുണ്ട്. എന്താണെന്നല്ലേ? അതാ നിസാരന്മാരായ ഞാനും നിങ്ങളും പരലോകത്തേക്ക് അധികമൊന്നും സ്വരുക്കൂട്ടിയിട്ടില്ലാത്ത നിസാരമായ കർമ്മങ്ങൾ മാത്രം ചെയ്ത് അത് വലിയ അധ്വാനമാണെന്ന് വിചാരിച്ചുകൊണ്ട് റബ്ബിന്റെ സവിധത്തിലേക്ക് കടന്നു ചെന്ന എനിക്കും നിങ്ങൾക്കും അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ദർജയിലേക്ക് അല്ലാഹു പ്രവേശനം നൽകിയിരിക്കുന്നു. നമ്മൾ ചോദിക്കും, എന്റെ നാഥ ഇതെങ്ങനെ എനിക്ക് ലഭിച്ചു? എന്റെ നാഥ എനിക്കെങ്ങനെ ലഭിച്ചു ഈ ഉന്നതമായ ദർജ? അല്ലാഹു പറയും, നീ അറിഞ്ഞിട്ടില്ല, നിന്റെ മരണശേഷം നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പാപമോചനം തേടിയതാണെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള മക്കളെ നമുക്ക് ലഭിക്കപ്പെടണമോ? അങ്ങനെയുള്ള മക്കളെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നാളെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ മയ്യത്ത് കട്ടിലുമേറ്റിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് നോകുന്ന മനസ്സുമായിക്കൊണ്ട് കടന്നു ചെന്ന് ആ മയ്യത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് എന്റെ ഉമ്മയാണെന്ന് വിചാരിച്ച് വേദനയോടെ മയ്യത്ത് നമസ്കരിക്കുവാൻ ഉതകുന്ന മക്കളും നമുക്കുണ്ടോ എന്ന് ഞാനടക്കം ഞാനും നിങ്ങളും പുനർവിചിന്തനം ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക. ജിഹാദ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണകൾക്കും ആ സൽപാന്താവിലേക്കുള്ള നിരന്തരമായ നമ്മുടെ വിളി തന്നെയാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ള ജിഹാദ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ നമ്മൾ മക്കളെ വളർത്തുക. റബ്ബിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കപ്പെടാതിരിക്കുകയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ തന്നെ സ്വഭാവം എന്താണ്
ആണെന്ന് ഒരു ആത്മവിശകലനം നടത്തേണ്ടതുണ്ട്. അയൽവാസികളോട് നമുക്ക് ബാധ്യതകളുണ്ട്. അയൽവാസികളോട് ഞാനിപ്പോൾ കുറഞ്ഞ ഒരു പരിചയത്തിന്റെ പേരിൽ സൗദി അറേബ്യയിലായാലും ഹജ്ജിന് പോയ സമയത്തും ഇവിടെയൊക്കെ കണ്ടപ്പോ നൈബേഴ്സിനോട് അല്ലെങ്കിൽ അയൽവാസികളോട് വളരെ നല്ല സമീപനം പുലർത്തുന്ന ഒരു കാര്യം പ്രവാസികളിൽ കണ്ടു എന്ന് പറയുന്നത് അൽഹംദുലില്ലാ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. പക്ഷേ നാട്ടിൻപുറങ്ങളിൽ മതിൽക്കെട്ടുകൾക്കകത്ത് വലിയ വീടുകൾ പണിത് അതിന്റെ ഉള്ളിൽ ചടഞ്ഞുകൂടുകയും അയൽവാസിയുടെ മരണ വാർത്ത ഗൾഫിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചറിയിക്കേണ്ട ഒരു ദുരവസ്ഥയുണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവൻ എന്ന പ്രവാചക വചനം അത് ഇസ്ലാമിന്റെ മഹത്വം വിളിച്ചോതാൻ വേണ്ടി മാത്രമുള്ളതല്ല, അതൊരു മുസ്ലിമിന്റെ ബാധ്യത കൂടിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയൽവാസികളെ കുറിച്ചുള്ള ബാധ്യതകളുടെ കാര്യം പറഞ്ഞപ്പോൾ അനന്തരാവകാശം പോലും അയൽവാസിക്ക് നൽകേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടും വിധം അയൽവാസികളെ കുറിച്ച് ജിബ്രീൽ എന്നോട് ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അയൽവാസികൾ നമ്മെ കുറിച്ച് എന്ത് പറയുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്, അല്ലേ? അയൽവാസികളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നറിയുമോ? നമുക്കറിയാം സൽസ്വഭാവം. ആ സൽസ്വഭാവമാണ് സ്വർഗത്തിലേക്ക് നമ്മെ ഏറ്റവും കൂടുതൽ നയിക്കുന്ന ഘടകമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൽസ്വഭാവത്തോടു കൂടിയുള്ള ഈമാനല്ലാതെ പരിപൂർണമായ ഈമാനാവുകയില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, പ്രവാചകരെ ഞാൻ സൽസ്വഭാവിയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും, എങ്ങനെ അറിയാൻ സാധിക്കും? പ്രവാചകൻ പറഞ്ഞു, നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ നീ സൽസ്വഭാവിയാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസി എങ്ങനെയുള്ളവളാണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതില്ല. എന്റെ അയൽവാസി എന്നെ കുറിച്ച് എന്ത് പറയുമെന്ന് ഒരു മനനം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ ബാധ്യത നിർവഹണത്തിലൊക്കെ വിഘ്നം വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സമൂഹത്തിൽ ഇടപെടുന്നതെങ്കിൽ നമ്മുടെ ഇടപെടലുകൾ പൂർണ്ണമാവുകയില്ലെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. സകല ബാധ്യതകളും യഥാവിധി പ്രകാരം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ മക്കളോട് ഖുർആൻ ഓതാൻ പറയുന്നതിന് പകരം, മക്കൾക്ക് ഖുർആൻ വാചകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഫേസ്ബുക്കിലും വാട്സപ്പിലും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന യുവസമൂഹമാണ് നമ്മൾ. എന്തെല്ലാം അപജയങ്ങളാണ് നമുക്കിടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലേ? അറിഞ്ഞതിൽ കൂടുതലുണ്ടറിയാത്തത്. പലരിലേക്കും കടന്നു വരുന്ന അപജയങ്ങളുടെ കൂമ്പാരം ഓരോരുത്തരും മറച്ചു വെക്കുന്നുണ്ടെങ്കിലും അതൊന്നും ലോകത്തിന്റെ മുൻപിൽ ഒരിക്കൽ വെളിവാകാതിരിക്കുകയില്ല, അല്ലേ? പലരോടും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തിരക്ക് പിടിച്ച ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും നഷ്ടമായി പോകുന്നത് ഒരു പക്ഷേ ഭർത്താവിന്റെ സാന്ത്വന വാക്കുകളായിരിക്കാം, ജീവിതത്തിലെ സുഖസന്തോഷങ്ങളായിരിക്കാം, അഹിക വിഭവങ്ങൾ എല്ലാം ഉണ്ടായിട്ടും അസംതൃപ്തി നമ്മെ കൈയടക്കിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു അവസരത്തിൽ നമ്മൾ റബ്ബിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന, റബ്ബിന്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന മനസ്സ് എനിക്കും നിങ്ങൾക്കുമില്ല എങ്കിൽ അള്ളാഹുവിന്റെ സ്മരണകളില്ലാത്ത ആ മനസ്സിലേക്ക് പിശാച് കയറിക്കൂടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് പഠിപ്പിച്ചു തന്നത്? അതെ, അള്ളാഹുവിന്റെ സ്മരണകളില്ലാത്ത മനസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ ഒരു കൂട്ടുകാരനായി നിശ്ചയിക്കുമെന്ന് അതിന്റെ പരിണിത ഫലങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരന്തരം ഇത്തരം മേഖലകളിൽ ഇടപെടുന്നത് കൊണ്ട്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ലഘൂകരിക്കപ്പെടുന്നത് കൊണ്ട് പിശാച് നമ്മുടെ മനസ്സിൽ പലതും തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കിടയിലും പ്രവാസികൾക്കിടയിലും ഒരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പലർക്കും പല ഫ്രണ്ട്ഷിപ്പുകളുമുണ്ട്. ഫോണിലൂടെയും നെറ്റിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ പല ഫ്രണ്ട്ഷിപ്പുകളും സ്ഥാപിക്കുന്നവരാണ്. ആ സ്ഥാപിക്കുന്നതും നിമിത്തം നമ്മൾ നമ്മുടെ അന്തസത്ത കളഞ്ഞു കുളിക്കുകയും റബ്ബിന്റെ അനിഷ്ടത്തെ പിടിച്ചു വാങ്ങുകയുമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് നമ്മുടെ മനസ്സിനെ എത്രത്തോളം മരവിപ്പിച്ച് കളയുമെന്നറിയുവാൻ ഞാനൊരു ഉദാഹരണം പറയട്ടെയോ? പുത്തനത്താണി എന്ന പ്രദേശത്ത് ഇവിടെ അതിൽ നിന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് പുത്തനത്താണി എന്ന പ്രദേശത്ത് ഒരു 34-കാരിയായ സഹോദരി സ്വന്തം രണ്ട് മക്കളെ കുളത്തിലേക്ക് എറിഞ്ഞ ഒരു കഥ, അല്ലെങ്കിൽ ഒരു സംഭവം 1.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. 34-കാരിയും 7 വയസ്സും 5 വയസ്സുമുള്ള 2 മക്കളെയും കൊണ്ട് രാവിലെ മദ്രസയിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് വഴിയരികിലുള്ള ഒരു കുളത്തിലേക്ക് അവർ വലിച്ചെറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്ന് ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തത് കണ്ടപ്പോൾ വീട്ടുകാർ മുട്ടി വിളിച്ചു. നോക്കുമ്പോൾ അവൾ കൈഞ്ഞരമ്പ് മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ വീട്ടുകാർ ചോദിച്ചു, എന്ത് പറ്റി? അവൾ പറഞ്ഞു, ഞാൻ എന്റെ മക്കളെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടിയപ്പോൾ കാണുന്ന കാഴ്ച പിഞ്ചോമനകളായ 7ഉം 5ഉം വയസ്സുള്ള സഹോദരനും സഹോദരിയും കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കുന്ന അവസ്ഥയാണ്.
പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ ശ്രമത്തിനും കൊലപാതക കുറ്റത്തിനും അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ യുവതിയെ അറസ്റ്റ് ചെയ്ത് പോലീസുകാരൊരു കാര്യം കണ്ടെത്തി. എന്താണെന്നല്ലേ? അവളുടെ കൈത്തണ്ടയിൽ അവൾ ഉണ്ടാക്കിയ മുറിവ് നിസ്സാര മുറിവായിരുന്നു. മരിക്കാൻ വേണ്ടി അവൾ മുറിവുണ്ടാക്കിയിട്ടില്ല. മരിക്കാൻ വേണ്ടി അവൾ മുറിവുണ്ടാക്കിയിട്ടില്ല. ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ മുറിവാണ്. അവൾ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞ കാര്യമാണ്, പിശാച് നമ്മുടെ മനസ്സിനെ എത്രത്തോളം അന്ധതയുള്ളതാക്കി തീർക്കുമെന്നതിന്റെ തെളിവായിക്കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് അവൾ പറഞ്ഞത്? അവൾ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ, ആ ഓട്ടോറിക്ഷക്കാരൻ അവളോട് പറഞ്ഞു അത്രേ. എന്താണ് പറഞ്ഞത്? അവർ തമ്മിൽ വലിയ ഇഷ്ടത്തിലായി, വലിയ സ്നേഹത്തിലായി, നിരന്തരമായിക്കൊണ്ട് അവർ ഫോണിലൂടെയും നെറ്റിലൂടെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പരസ്പരം വേർപിരിയാൻ സാധിക്കാത്ത വിധം അവൾ അവനോടടുത്തു. അവൻ പറഞ്ഞു അത്രേ, നിന്റെ മക്കൾ നിന്നക്കില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടുമായിരുന്നു. ആ 26-കാരൻ തന്റെ ആഗ്രഹ സഫലീകരണത്തിന് ഒരിക്കലെങ്കിലും ഇവളെ ഉപയോഗപ്പെടുവാൻ വേണ്ടി പറഞ്ഞ പഞ്ചസാര വാക്കാണെന്ന് പോലും തിരിച്ചറിയാതെ നൊന്തു പറ്റി പോറ്റി വളർത്തിയ മുലി ഊട്ടി വളർത്തിയ മക്കളെ ആ കുളത്തിലേക്ക് അവൾ വലിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ? എത്രത്തോളമാണ് മനസ്സിനെ അന്ധത ബാധിച്ചതെന്ന് തിരിച്ചറിയണം. ആരാണ് ആ കുഞ്ഞുമക്കൾ? എന്താണ് അവരുടെ പ്രായം? അവരതാ സ്വന്തം സ്നേഹിച്ചുണ്ടാക്കിയ ഉമ്മ, സ്നേഹിച്ചു വളർത്തിയ ഉമ്മ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ കുരുന്നു മനസ്സുകളിൽ എന്താണ് ചിന്തയുണ്ടായിട്ടുണ്ടായിരിക്കുക? അങ്ങനെ അവർ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി മുകൾ പരപ്പിലേക്കൊന്ന് ഉയർന്നു വന്നപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടാകും ഉമ്മ എന്ന്, അല്ലേ? അതല്ലാതെ ഉമ്മ എന്ന് മാത്രം വിളിക്കാനറിയുന്ന പിഞ്ചോമന മക്കളെ കുളത്തിലേക്ക് വലിച്ചെറിയാൻ മാത്രം മനസ്സുകൾക്ക് അന്ധത ബാധിച്ചത് അള്ളാഹുവിന്റെ സ്മരണകൾ നഷ്ടപ്പെട്ടു പോയ മനസ്സിലേക്ക് ഇബ്ലീസ് കുടിയേറി പാർത്തതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രകാരം നമ്മുടെ ഒക്കെയും ജീവിതത്തിന്റെ പ്രചോദനം സ്വർഗം മാത്രമായിരിക്കണം. സ്വർഗം മാത്രമായിരിക്കണം നമ്മുടെ പ്രചോദനം. സ്വർഗമല്ലാത്തത് മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിന്റെയും പ്രചോദനം സ്വർഗമൊന്ന് മാത്രമാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് കടന്നു കയറിയെങ്കിൽ മാത്രമേ ഈ പൈശാചിക ബാധ നമുക്ക് മേൽക്കാതിരിക്കുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞതിന് സമാനമായ എത്ര 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 അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ? എത്ര പറയാനുണ്ട്? ദിവസവും പത്രത്താളുകൾ തുറക്കാൻ വയ്യ, വാർത്തകൾ കേൾക്കാൻ വയ്യ. ക്രൂരതയുടെ പര്യായമാണ്. 5 വയസ്സുള്ള മക്കളെ പിതാവ് പീഡിപ്പിക്കുന്നു, 14-കാരിക്ക് പിതാവ് ഗർഭമുണ്ടാക്കുന്നു. കേൾക്കാൻ വയ്യ, നമുക്ക് വായിക്കാൻ തോന്നുന്നില്ല, പത്രമെടുക്കാൻ തോന്നുന്നില്ല. നമുക്ക് മക്കൾ പത്രം വായിക്കരുത് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അവർക്കെങ്ങാനും അവരുടെ മനസ്സുകളിൽ ഇത്തരം തെറ്റുകൾ ലഘൂകരിക്കപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാലഘട്ടം അതാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിൽ, ഈ ഒരവസ്ഥയിൽ അല്ലാഹുവിന് സ്വർഗം മാത്രം പ്രചോദനമാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും മുന്നേറേണ്ടതുണ്ട്. നമ്മളെ അശ്രദ്ധയിൽ ആഴ്ത്തിക്കളയുന്നത് ഐഹിക വിഭവത്തിന്റെ ആധിക്യമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിരന്തരം ഈ ഒരവസ്ഥയിൽ റബ്ബിനോട്, ഈ പ്രവാസികളായ സഹോദരികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഐഹിക വിഭവത്തിന്റെ ആധിക്യത്തിൽ റബ്ബിനെ മറന്നു കളയാതെ അല്ലാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ, പ്രവാചക സമൂഹം പട്ടിണിയിലും പരിവട്ടത്തിലുമായിരുന്നു, ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തായിരുന്നു. നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, 2 മാസക്കാലം ഞങ്ങളുടെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. തുലനം ചെയ്യണം നമ്മളെയും അവരെയും. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവർ പോലും സുഭിക്ഷമായി ഭക്ഷിക്കുന്നവരും തണുത്ത വെള്ളം കുടിക്കുന്നവരും അതേ പ്രകാരം തന്നെ സുഖസുന്ദരമായ ശീതളമായ കാറ്റിനടിയിൽ കിടന്നുകൊണ്ടുറങ്ങുന്നവരുമാണ്. പട്ടിണിയും പരിവട്ടവുമില്ല. എന്നാൽ പ്രവാചക സമൂഹം അതാ ഏറ്റവും അങ്ങേ താഴെ തട്ടിലായിരുന്നു ദാരിദ്ര്യത്തിന്റെ. എന്നിട്ട് ആ സമൂഹത്തിൽ ഒരിക്കൽ പ്രവാചകൻ, ചരിത്രം അറിയാം നിങ്ങൾക്ക്, പ്രവാചകൻ അതാ അർദ്ധരാത്രി പുറത്തേക്കിറങ്ങുകയാണ്. വിശപ്പാണ് പ്രവാചകൻ പുറത്തേക്ക് ഇറക്കിയത്. അബൂബക്കറിനെ കണ്ടുമുട്ടുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നു. 2 പേരെയും പുറത്തേക്ക് ഇറങ്ങിയത് വിശപ്പായിരുന്നു, സഹിക്കാനാവാത്ത വിശപ്പ്. ഒരു അൻസാരി സഹോദരനെ, അൻസാരി സ്വഹാബിയെ കണ്ടുമുട്ടി. എന്നിട്ടവർ അവിടേക്ക് കടന്നു ചെന്നു. ഈത്തപ്പഴങ്ങളും ആട്ടിൻ മാംസവും റൊട്ടിയും ഭക്ഷിച്ച് വിശപ്പ് മാറി. ആ വിശപ്പ് മാറിയ സമയത്ത് എന്താണ് പ്രവാചകൻ അവർക്ക് പാരായണം ചെയ്തു കൊടുത്തത്? എന്താണ് ആയത്ത്? ആരിലേക്കാണ് ഇറങ്ങിയത്? ഇന്നേ ദിവസം നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങൾക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ ഉത്തരം പറയാൻ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആയത്തിറക്കിയ സമൂഹം ഏതാണ്? പട്ടിണി
പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിൽ കിടന്ന ആ സമൂഹത്തിലേക്കാണ് അല്ലാഹു ആയത്തിറക്കിയതെങ്കിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് റബ്ബിന്റെ മുന്നിൽ മറുപടി പറഞ്ഞിട്ട് എപ്പോഴാണ് നമ്മുടെ കാൽപാദങ്ങളെ പരലോകത്തൊന്ന് ചലിപ്പിക്കാൻ സാധിക്കുക? നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? എപ്പോഴാണ് നമ്മുടെ കാൽപാദങ്ങളെ നമുക്കൊന്ന് ചലിപ്പിക്കാൻ സാധിക്കുക? നിങ്ങളുടെയൊക്കെ ആധിക്യത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് നാടുകളിൽ ഇത്തരം സംഗമങ്ങളൊക്കെ തന്നെയും ഇത്തരം പരിപാടികളൊക്കെ നടന്നു പോകുന്നത്. പക്ഷേ പോര കേട്ടോ, അതിലും ഉപരിയായിക്കൊണ്ട് റബ്ബിന്റെ മുൻപിൽ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ആ ദാരിദ്ര്യത്തിൽ ചെയ്യുന്ന ആ ഒരു ദാനത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന ഓർമ്മ നിങ്ങളെ കൂടുതൽ ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലക്കൽ ചെയ്യുന്ന ഒരു നാണയത്തുട്ടിന്റെ പ്രതിഫലം ഒരുപക്ഷെ അനേകായിരം നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് ലഭിക്കപ്പെടണമെന്നില്ല, അല്ലേ? ആ പ്രവാചക സമൂഹം അങ്ങനെയായിരുന്നു. എന്തും ദാനം ചെയ്യുമായിരുന്നു. അവർ ആഗ്രഹിച്ചത് അല്ലാഹുവിന്റെ സംപ്രീതിയല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. ചരിത്ര ശകലങ്ങളിൽ കാണാം നമുക്ക്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവർ നോമ്പെടുത്തിരിക്കുകയാണ്. എത്തരത്തിലുള്ള നോമ്പാണ് അവർ എടുത്തിരിക്കുന്നത്? നമ്മളെ പോലെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ഒരു സുഖസുന്ദരമായ നോമ്പല്ല, മറിച്ച് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിരുന്നു അവർക്ക് അത്താഴത്തിന് വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ ലഭിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അങ്ങനെ അവർ നോമ്പെടുത്ത് അതാ മഗ്‌രിബ് ബാങ്കിനെയും പ്രതീക്ഷിച്ചവർ ഇരിക്കുകയാണ്. അവരുടെ മുന്നിലുള്ളത് കഷ്ടിച്ചൊരാൾക്ക് മാത്രം ഭക്ഷിക്കാനുള്ള ഭക്ഷണമാണ്. ഭക്ഷണമുണ്ട് അവരുടെ മുന്നിൽ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അർത്തിയോട് കൂടിയും ആ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. നമുക്കറിയാം അല്ലേ, സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് നോമ്പെടുത്താലും ആ ഭക്ഷണത്തോട് ആ മഗ്‌രിബിന്റെ ബാങ്കൊന്ന് കേട്ടാൽ അതൊന്ന് തിന്നാമായിരുന്നെന്ന ആർത്തി എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പട്ടിണിയോടുകൂടി നോമ്പെടുത്ത ഈ മഹദിക്കും മഹാനും അതിലേറെ ആർത്തി ഉണ്ടായിട്ടുണ്ടാവുകയില്ലേ? അവർ ഭക്ഷണത്തിന്റെ മുൻപിലിരിക്കുകയാണ്. ബാങ്കൊന്നു കേട്ടാൽ കഴിക്കാമെന്ന ആഗ്രഹത്തോടുകൂടി ഭക്ഷണത്തിന്റെ മുൻപിലിരിക്കുമ്പോൾ വാതിലിൽ മുട്ട് കേൾക്കുകയാണ്. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ വിശന്നു വലഞ്ഞ ഒരു വഴി യാത്രക്കാരനെ കണ്ടു. ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ഭക്ഷണമെടുത്ത വഴിയാത്രക്കാരന് കൊടുത്തു കളഞ്ഞു, അല്ലേ? അല്പം പ്രയാസം തോന്നി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹക്ക്. ബാങ്കൊന്ന് വിളിച്ചാൽ ഒന്ന് നാവിലേക്ക് വെക്കാമെന്ന ഭക്ഷണം ഇല്ല. ഇനി പച്ചവെള്ളമല്ലാതെ നോമ്പ് തുറക്കാനൊന്നുമില്ല. ആ മുഖത്തിന്റെ വിഷാദം കണ്ടപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു കൊടുത്തു. ഇന്നമാ നുതൈമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. അല്ലേ, അല്ലാഹുവിന്റെ പ്രീതിയല്ലാതെ നമ്മൾ ഇതിന്റെ മുന്നിൽ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മുഖങ്ങൾ ചുരുങ്ങിപ്പോകുന്ന ദിവസത്തെയല്ലാതെ നമ്മൾ ഭയപ്പെടുന്നുമില്ല. ആ ഒരു പ്രചോദനമായിരിക്കും നമ്മുടെ സകല പ്രവർത്തനത്തിന്റെയും പിന്നിലുണ്ടായിരിക്കുന്നത്. നിയ്യത്തുകൾ തെറ്റിപ്പോകാൻ പാടില്ല. റബ്ബിനു വേണ്ടി നമ്മൾ സകലതും ചെയ്യുന്നവരായിരിക്കണം. അത് മാത്രമേ റബ്ബിന്റെ മുൻപിൽ നമുക്ക് വസീല ചെയ്യാനുണ്ടായിരിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. റബ്ബിന്റെ മുൻപിൽ വസീല ചെയ്യാൻ മഹാന്മാരെ ഉപകരിക്കുകയില്ല. മഹാന്മാർ ചെയ്ത കർമ്മങ്ങളും കൊണ്ട് അവർ പോയി നമുക്കത് ഉപകരിക്കുകയില്ല. ആരെയും നമുക്ക് റബ്ബിന്റെ മുൻപിൽ ഇടയാളന്മാരായി നിർത്താൻ സാധിക്കുകയില്ല. പക്ഷേ നമുക്കൊരു പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ, നമ്മളൊരു പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് റബ്ബിന്റെ മുൻപിൽ പറയാൻ എന്തുണ്ടാവണം? നമ്മുടെ സൽക്കർമ്മം ഉണ്ടാകണം. റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് ചെയ്ത സൽക്കർമ്മം ഉണ്ടായിരിക്കണം. 3 സ്വാലിഹീങ്ങളുടെ കഥ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മളല്ലേ? എത്ര കേട്ടതാണ്. ഗുഹയിലകപ്പെട്ടു പോയി, ആരോരുമില്ലാത്ത മരുഭൂമിയിൽ ഗുഹയിലകപ്പെട്ടു പോയ 3 സ്വാലിഹീന്മാരായ മനുഷ്യർ. അവർ ആ ഗുഹാമുഖം പാറക്കല്ല് വന്നടഞ്ഞ സമയത്ത് ഇവിടെ വേറെ വല്ല ശക്തികളും ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് എന്താണ് പഠിപ്പിച്ചു തന്നത്? അവർ ഓരോരുത്തരും മനനം ചെയ്തു നോക്കി.
ഞാൻ ചെയ്ത സൽക്കർമ്മം എന്താണ്? എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് വസീല ചെയ്യാൻ, എന്റെ നാഥ, ഇത് ഞാൻ നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനമാണ്, ഇതിന്റെ പേരിൽ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്തുണ്ടെന്ന് അവർ ഓരോരുത്തരും ചികഞ്ഞു നോക്കിയപ്പോൾ 3 പേർക്കും കിട്ടിയോരോന്ന്. ഒരാൾ ഉമ്മയെയും ബാപ്പയെയും വളരെയധികം സ്നേഹിച്ചു ശുശ്രൂഷിച്ചവനായിരുന്നു. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി അള്ളാഹുവിന്റെ ഔലിയ ആയിരുന്നു. മറ്റൊരാൾ സാമ്പത്തിക മേഖലയിൽ വളരെയധികം സത്യസന്ധത പുലർത്തി തന്റെ തൊഴിലാളിയുടെ കൂലിയെടുത്ത് വെച്ച് ആട്ടിൻ കൂട്ടങ്ങൾ ഉണ്ടാക്കി തീർത്തവനായിരുന്നു. ചരിത്രം അറിയാവുന്നത് കൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. 3ാമത്തെ മനുഷ്യനാകട്ടെ, അവനതാ ഒരു പെണ്ണിനെ ആഗ്രഹിക്കുകയും ആ സ്ത്രീയെ ലഭിക്കപ്പെടാതെ വന്നപ്പോൾ 18 പഴറ്റി അവളുടെ ഒരു ദുർഗതിയിൽ അവളെ സഹായിച്ചുകൊണ്ട് അവളിലേക്ക് ഉദ്യമത്തിന് മുതിർന്ന സമയത്ത് ആ തന്റെ ഏടിയായ ഞാനും നിങ്ങൾ മാതൃകയാക്കേണ്ട ആ യുവതി പറഞ്ഞു, സുന്ദരിയും കുലീനയുമായ യുവതി പറഞ്ഞു, എന്ത് പറഞ്ഞു? നീ ഇപ്പോൾ എന്നോട് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ആരും അറിയുകയില്ല, എന്റെ ഗതികോട് കൊണ്ട് ഞാനും ആരോടും പറയുകയില്ല, പക്ഷേ റബ്ബ് കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ റബ്ബിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് തെറ്റിൽ നിന്നും മാറി നിന്നവനായിരുന്നു 3ാമത്തവൻ. അല്ലേ, എനിക്കും നിങ്ങൾക്കുമുണ്ടോ ഇങ്ങനെ? നാഥാ, ഞാൻ ആ ചെയ്ത പ്രവൃത്തി, അവരെന്താണ് പ്രാർത്ഥിച്ചത്? ഞാൻ ആ ചെയ്ത പ്രവൃത്തി നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നെങ്കിൽ റബ്ബിലേക്ക് വിട്ടുകളയണം. റബ്ബിനെ നമ്മുടെ നെയ്യത്തറിയുകയുള്ളൂ. ഞാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദാനം ചെയ്തവളാണ് റബ്ബേ. പക്ഷേ റബ്ബിന്റെ പ്രീതിയുടെ അപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതൊരു പ്രവർത്തനത്തിന്റെ പിന്നിലും റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കണം. അവർ ഓരോരുത്തരും പ്രാർത്ഥിച്ചു, എന്റെ പ്രവൃത്തി നാഥാ നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നെങ്കിൽ, നാഥാ നിന്നെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് വിചാരിച്ചു? നമ്മിലേക്ക് പ്രതിസന്ധി കടന്നു വരികയില്ല എന്നോ? ഞാൻ എന്റെ അനുഭവം പറയട്ടെ, നമ്മളൊക്കെ വലിയ അനുഗ്രഹത്തിൽ ജീവിക്കുന്നവരാണെന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും, എന്റെ ഭർത്താവിന്റെ സഹോദരന്റെ 3 മക്കളും, അങ്ങനെ 5 മക്കളെയും കൊണ്ട് ഞങ്ങൾ മൈസൂരിലേക്കൊരു യാത്ര പോയി. മഗ്‌രിബിനോടടുത്ത സമയമാണ്. എന്റെ മകൻ 9 വയസ്സ് പ്രായമാണ്. ഈ മക്കൾ അങ്ങനെ നടന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരിടത്ത് സംസാരിച്ചിരുന്ന സമയത്ത് നോക്കുമ്പോൾ എന്റെ 9 വയസ്സുകാരനായ മകനെ കൂട്ടത്തിൽ കാണുന്നില്ല. അവനെ കണ്ടുകിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ പലയിടങ്ങളിലും നോക്കി. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞു, ഇരുട്ടാവാൻ തുടങ്ങി. വൃന്ദാവൻ ഗാർഡൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് വലിയൊരു കായലൊക്കെ ഉണ്ട്. ഇരുട്ടാവാൻ തുടങ്ങി. ഞങ്ങൾ അവനെ നോക്കി. മണിക്കൂർ 1 കഴിഞ്ഞു, അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. മണിക്കൂർ 2 കഴിഞ്ഞു, അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. സമയം ദൈർഘിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യമായി ഞാൻ ആകെ ഭയപ്പെട്ടു. എന്റെ മകനില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് എന്റെ ഇനിയുള്ള ജീവിതം ജീവിക്കേണ്ടി വരുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത് എന്നിലുണ്ടായ ഒരു പ്രയാസം ഉമ്മമാരായ എനിക്കും നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാകും അല്ലേ? അവനെ കിട്ടിയില്ല എന്ന് വിചാരിച്ച്, അവനെ തിരിച്ചു കിട്ടിയില്ലെന്ന് വിചാരിച്ച് മരിക്കാൻ സാധിക്കില്ല എനിക്ക്. അവനെ തിരിച്ചു കിട്ടാതെ ജീവിക്കാനും സാധിക്കില്ല എനിക്ക്. എന്ത് ചെയ്യുമെന്ന് ഞാൻ അറിയാതെ ഞാൻ കരഞ്ഞുകൊണ്ട് എന്റെ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നോക്കി, എന്തുണ്ട് ഈ ദുർഘട നിമിഷത്തിൽ 3 മണിക്കൂറോളമായി എന്റെ മകനെ കാണാതായിട്ട്. സമയം വളരെയധികം ഇരുട്ടിയിരിക്കുന്നു. ഇനി എന്റെ മകനെ തിരിച്ചു കിട്ടാൻ എന്റെ റബ്ബിന്റെ സ്നേഹമല്ലാതെ സഹായമല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കെ റബ്ബിനോട് ചോദിക്കാൻ എന്തുണ്ട് നന്മ എന്നെന്റെ മനസ്സിൽ ചികഞ്ഞു നോക്കിയ നേരത്ത് എനിക്കൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. 26 വയസ്സ് പ്രായമുള്ള സമയത്ത് രോഗിയായ എന്റെ ഉമ്മയോടൊപ്പം ഇരുന്നു കൊണ്ട് ഞാൻ രാത്രി ഉറക്കമൊഴിച്ച് ഉമ്മയെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷേ അത് റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നോ, അതല്ല എന്റെ ഉമ്മയോടുള്ള സഹജമായ സ്നേഹം കൊണ്ടായിരുന്നോ എന്ന് എനിക്കുറപ്പിച്ച് പറയാൻ വയ്യ. സകലതും നഷ്ടപ്പെട്ടു. എനിക്കൊന്നും റബ്ബിന്റെ മുന്നിൽ നിരത്താൻ ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞത്, എന്റെ നാഥാ, നിന്റെ തൗഹീദിൽ ഒരു കളങ്കവും വരാതിരിക്കാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ജാഗ്രത പാലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നിന്റെ ദീനിനെ ആരെങ്കിലും കളങ്കമാക്കുന്നത് കണ്ടു നിൽക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രതികരിച്ചിട്ടുള്ളത് നിന്റെ ദീനിനോട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്ന് റബ്ബിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞ് അല്പസമയം കഴിയുന്നതിന് മുമ്പ് എനിക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചു. അവനെ കണ്ടെത്തിയവൻ എന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കപ്പെട്ടു. ഇത്തരം പ്രതിസന്ധികൾ നമ്മിലേക്ക് കടന്നു വരികയില്ലെന്ന് നിങ്ങൾ
നമുക്കാർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മിലേക്ക് പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്ത് എന്തുണ്ട് റബ്ബിലേക്ക് വസീല ചെയ്യാനെന്ന് ഞാനും നിങ്ങളും ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. നമ്മൾ റബ്ബിന് വേണ്ടി സ്നേഹിക്കുവാനും റബ്ബിന് വേണ്ടി സഹകരിക്കുവാനും റബ്ബിന് വേണ്ടി ഒരുമിച്ചിരിക്കുവാനും റബ്ബിന് വേണ്ടി സകല പ്രവർത്തനങ്ങളും ചെയ്യുവാനും നമ്മൾ തയ്യാറാകുക. റബ്ബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കപ്പെട്ടാൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നിരന്തരം അവന്റെ സഹായം നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പരലോകത്തെ ഓർത്ത് ബുദ്ധിയുള്ള മനുഷ്യന്റെ അടയാളം എന്ന് പറയുന്നത് ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് തന്റെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്നവരാണ്. ഈ നേരത്തെ പറയപ്പെട്ടതുപോലെ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, സുദീർഘമായ ആ വർഷക്കും അതിന്റെ പുറത്തുള്ള നമ്മുടെ പാരത്രിക ജീവിതത്തിന് നിദാനമാകുന്ന ഈ ജീവിതത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് അത് കർമ്മം മാത്രമാണ് അതിൽ പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഐഹിക വിഭവങ്ങളുടെ ആധിക്യത്തിൽ മതിമറക്കാതെ ഇവിടെ നിന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളുടെ പേരിലാണ് സ്വർഗത്തിലെ സുഖങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാം നമുക്ക്. അദ്ദേഹം അതാ നോമ്പുകാരനായിരിക്കെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം നോമ്പുകാരനായിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുപ്രയിൽ വിഭവസമൃദ്ധമായ ഒരു വിഭവം ഒരുക്കപ്പെട്ടു, വിളമ്പപ്പെട്ടു. കാരണം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വളരെ ധനികനായ മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വിഭവസമൃദ്ധമായ സദ്യ തുറന്നു വെച്ചപ്പെട്ടപ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്ത് പറഞ്ഞു അദ്ദേഹം എന്നറിയുമോ? എന്തിനാണ് അല്ലാഹു എനിക്ക് ഇത്രയും ഐശ്വര്യം തന്നതെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. മുസബിനെ പോലെയുള്ളവർ എനിക്ക് മുമ്പേ മരണപ്പെട്ടു പോയി. ആരായിരുന്നു മുസബ്? മക്കയിലെ കോടീശ്വരനായ മനുഷ്യൻ. വഫാത്തായി പോകുന്ന, ഷഹീദായി പോകുന്ന സമയത്ത് കാലുമറച്ചാൽ തല കാണും, തലമറച്ചാൽ കാലുമ കാണുമെന്ന പരുവത്തിൽ ഷഹീദാക്കപ്പെട്ടു പോയി. എന്നിട്ട് ഈ ഒരു ഐശ്വര്യത്തിൽ, ഈ ഒരു ധന്യതയിൽ അല്ലാഹു എന്നെ നിലനിർത്തിയിരിക്കുന്നത് മൂലം സ്വർഗത്തിലെ അവകാശങ്ങൾ എനിക്ക് നിഷേധിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഭവങ്ങളെ വർജിക്കാൻ തയ്യാറായി ആ മഹാനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഐഹിക വിഭവങ്ങളുടെ ആധിക്യം നമ്മുടെ സ്വർഗത്തിലെ അവകാശങ്ങളെ നിഷേധിച്ചു കളയുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ റബ്ബിന്റെ പരലോകമോർത്തുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക. നമ്മൾ റബ്ബിനോട് ശുക്ർ ചെയ്യുക. നമ്മൾ ഏറ്റവും അനുഗ്രഹം വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പാപമോചനം തേടുക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് അറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. അല്ലേ, വിജയവും നന്മയും എല്ലാം നമ്മിലേക്ക് കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിനോട് നിരന്തരമായി കൊണ്ട് പാപമോചനം അധികരിപ്പിക്കുക. നമ്മൾ അല്ലേ, കനലടങ്ങാത്ത പാപമോചനം ഉണ്ടായിരിക്കും, പാപചിന്തയെ പശ്ചാത്താപം ഉണ്ടായിരിക്കണം നമുക്ക്, കനലടങ്ങാത്ത പശ്ചാത്താപം. പക്ഷേ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ ഇന്നൊരു തെറ്റ് ചെയ്താൽ നാളേക്ക് അതിന്റെ ഗൗരവം കുറച്ചു കാണുകയും മറ്റന്നാളേക്ക് നമ്മൾ മറന്നു കളയുകയുമാണ്. ഉനൈന ഗോത്രക്കാരിയായ ഒരു സ്ത്രീ പ്രവാചക സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞില്ലേ, തൊഹിർനി യാ റസൂലുള്ളാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കൂ പ്രവാചകരെ, ഇനി ഒന്ന് ശുദ്ധീകരിക്കൂ പ്രവാചകരെ എന്ന് പറഞ്ഞു. ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു. ചരിത്രം നമുക്കറിയാം, നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എന്താണ് ഞാൻ വ്യഭിചരിച്ചിരിക്കുന്ന പ്രവാചകരെ എന്ന് പറയുന്ന സമയത്ത് പ്രവാചകൻ അവരെ ശിക്ഷിക്കുവാൻ തയ്യാറാകുന്നില്ല. ഗർഭിണിയായിരിക്കെ നിന്നെ ശിക്ഷിക്കാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുകയായിരുന്നു. അവരതാ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച് പോറ്റി വളർത്തി 2 വയസ്സുവരെ അവരതിനെ പോറ്റി വളർത്തിയെന്നും ഭക്ഷണം കഴിക്കാൻ പാകമാകുന്നതുവരെ അതിനെ പോറ്റി വളർത്തിയെന്നും അതിന്റെ ശേഷം റൊട്ടിക്കഷ്ണം കയ്യിൽ കൊടുത്തുകൊണ്ട് പ്രവാചക സന്നിധിയിലേക്ക് കടന്നു വന്നു എന്നും പറയുമ്പോൾ സ്വന്തം കുഞ്ഞിനെ കണ്ടുകൊണ്ട് വർഷങ്ങളോളം മാസങ്ങളോളം ജീവിച്ചിട്ടും കനലടങ്ങാത്ത മനസ്സുമായിക്കൊണ്ട് പ്രവാചക സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, തൊഹിർനി യാ റസൂലുള്ളാഹ്, ഇനിയെങ്കിലും എന്നെ എന്ന് ശിക്ഷിക്കൂ പ്രവാചകരെ. ആരും അവളെ വിളിക്കാൻ പോയതല്ല. ഈ ലോകത്ത് ഞാൻ ചെയ്ത തെറ്റിൽ ഈ ലോകത്ത് ശിക്ഷ അനുഭവിച്ചിട്ടില്ല എങ്കിൽ പരലോകത്തെന്നെ കൊണ്ട് സഹിക്കാൻ സാധിക്കുകയില്ലെന്ന ബോധം അവളെ പ്രവാചക സന്നിധിയിലേക്ക് നയിച്ചു. പ്രവാചകൻ അവളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി വിധി കൽപ്പിച്ച സമയത്ത് അതാ സ്വഹാബത്ത് അവളിലേക്ക് എറിയുന്ന കല്ല് തട്ടിക്കൊണ്ട് അവളുടെ തലയിലെ ചോര സ്വഹാബത്തിന്റെ മുഖത്തേക്ക് തെറിച്ചപ്പോൾ വ്യഭിചാരിണിയുടെ രക്തമെന്ന് പറഞ്ഞുകൊണ്ട് തുടച്ചു കളഞ്ഞപ്പോൾ പ്രവാചകന്റെ തിരുനയനങ്ങൾ നിറഞ്ഞൊഴുകി. അവിടുന്ന് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ പശ്ചാത്താപം ഒരു തട്ടിലും അവളുടെ പശ്ചാത്താപം മറുതട്ടിലും വെച്ചിരുന്നുവെങ്കിൽ അവളുടെ പശ്ചാത്താപമായിരുന്നു കനം തൂങ്ങുക എന്ന് പറഞ്ഞ ആ ഒരു പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്ന
കൊടുക്കുന്ന മനസ്സുണ്ടായിരിക്കണം. റബ്ബിന്റെ ദിക്റുകൾ കൊണ്ട് മനസ്സിനെ കഴുകിക്കളയുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ നാവുകളെ റബ്ബിന്റെ ദിക്റുകൾ കൊണ്ട് നമ്മൾ പച്ച പിടിപ്പിച്ചതാക്കി കളയണം. പരലോകം ഓർത്ത് കരയാൻ സാധിക്കണം. അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞവർക്ക് കരഞ്ഞെടുത്ത ബാലഘട്ടിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നത് വരെ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞവർ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തുകയാണ്, പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും എന്തിനെല്ലാം കരഞ്ഞിട്ടുണ്ട്. പക്ഷേ റബ്ബിനെ ഓർത്തുകൊണ്ട് ഏകാന്തമായി കൊണ്ടെന്താ അല്ലാഹുവിന്റെ മുന്നിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്, പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കൂടി നിങ്ങൾ കേട്ടതാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് അതാ തന്റെ അന്ത്യസമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേട്ടതാണ് നമ്മളല്ലേ. എമ്പാടും കരയുന്നു. കരഞ്ഞ് ആ കവിൾത്തടങ്ങളിൽ കറുത്ത പാടവശേഷിക്കുന്നു. അങ്ങനെ അതാ ആ കരച്ചിൽ അദ്ദേഹത്തെ രോഗിയാക്കി തീർക്കുന്നു. ആ രോഗിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സംഘവും അങ്ങോട്ട് പ്രവേശിച്ചുകൊണ്ട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ എന്തിനറിയണം? ഉമറും സ്വർഗത്തിലാണെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവനല്ലേ താങ്കൾ? മാത്രമല്ല ഈ പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണം നൽകിക്കൊണ്ട് അല്ലാഹു താങ്കൾ ആദരിക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ച സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എന്റെ ശിക്ഷയും എന്റെ നന്മയും തിന്മയും സമമായിക്കൊണ്ട് എന്നെ റബ്ബ് ശിക്ഷിക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞ് ജാഹിലിയത്തോർത്ത് പൊട്ടിക്കരഞ്ഞ ആ മഹാനായ മനുഷ്യനെ നോക്കിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ഞാനുകൂടി പറഞ്ഞാൽ ഉപസംഹരിക്കുകയാണ്. ഞാനും നിങ്ങളും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട വാക്കാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എങ്ങനെയാണ് മുഅ്മിനായ ഒരു മനുഷ്യന് കരയാതിരിക്കാൻ സാധിക്കുക? മുഅ്മിനായ ഒരു ാതിരിക്കാൻ സാധിക്കും. അവന്റെ മുന്നിലുള്ളത് ഖബറല്ലേ? ഖബറിലേക്കല്ലേ അവന്റെ ഓരോ കാലടിയും അവൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്? അവന്റെ പിന്നാലെ അവനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മരണമല്ലേ? പരലോകമാകട്ടെ സത്യവുമല്ലേ? എന്നിരിക്കെ മുഅ്മിനായ ഒരു മനുഷ്യൻ എങ്ങനെ കരയാതിരിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ച ആ വാക്കുകൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതുണ്ട്. ഈ സംഗമം, ഈ ഭൂമിക നാളെ അല്ലാഹുവിന്റെ മുൻപിൽ സാക്ഷി പറയുമെന്ന ബോധ്യത്തോടുകൂടി ഇവിടെ നിന്ന് പെറുക്കിയെടുത്ത ഓരോ വാക്കുകളും അറിഞ്ഞതാണെങ്കിലും ഇനിയെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാനത് അർത്ഥസമ്പൂർണമാക്കിക്കൊണ്ട് ജീവിക്കുമെന്ന ഉറപ്പോടുകൂടി ഞാനും നിങ്ങളും ഇവിടെ നിന്ന് വേർപിരിഞ്ഞു പോകുക. നാളേക്ക് വെക്കരുത്, മറ്റന്നാളേക്ക് വെക്കരുത്. ആകാശഭൂമികളെക്കാളും പ്രവിശാലമായ സ്വർഗത്തിലേക്കും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു മുന്നേറുക. ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത് എന്നാണ് അല്ലാഹുവിന്റെ ആഹ്വാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ഉന്നതന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളി നിങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കി നൽകണമേ തമ്പുരാനെ. അവർ മൂലം ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കരളുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. നിന്റെ കഠിനകഠോരമായ ശിക്ഷക്ക് ഞങ്ങൾ നീ പാത്രീഭവിക്കരുതേ റബ്ബേ. നിന്റെ കോപം സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല റബ്ബേ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. നിങ്ങളുടെ ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും നിന്റെ സ്നേഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി